ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച. ദി മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. അപ്പം അതായത് അന്തിക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് 2 Thessalonians 2:7 ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കും. For the mystery of lawlessness is already at work. Only he who now restrains will do so until he is taken out of the way. അതെ, നമ്മളത് ചിന്തിച്ചുകൊണ്ടിരുന്നത് മിസ്റ്ററി. നമ്മൾ ആദ്യം ചിന്തിച്ചു മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. നമ്മൾ ചിന്തിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഗ്രേറ്റ് ഈസ് ദി മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അതായത് ദൈവം, അതായത് അദൃശ്യനായിട്ടുള്ള ദൈവം ഒരു ചെറിയൊരു മനുഷ്യനായിട്ട് വന്നു. അതൊരു ഗ്രേറ്റ് മിസ്റ്ററി നമ്മൾ ചിന്തിച്ചാൽ. ദെൻ ചർച്ചും കർത്താവും തമ്മിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി നമ്മൾ വായിച്ചത് Ephesians 5. ഇവിടെ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വരവ് ഒരു മിസ്റ്ററി ആയിരുന്ന പോലെ തന്നെ പിശാചിന് അവസാനം കിട്ടുന്ന ആ അവസരം, അല്ലെങ്കിൽ ലോലെസ് വൺ, ആൻറ്റി ക്രൈസ്റ്റ്, ദാറ്റ് അഗെയിൻ ഇസ് എ മിസ്റ്ററി. ആ മിസ്റ്ററി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. ലോയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തെ ലോ എന്ന് വിളിക്കാറുണ്ട്. കാരണം നിയമത്തിലേക്ക് തിരിയുക, നിയമവും പ്രവാചകന്മാരും എന്ത് പറയുന്നു, കർത്താവ് ചോദിക്കുന്ന കാര്യം. അപ്പം ലോ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ദി വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവവചന വയലേഷൻസ് ആയിരിക്കും ടോട്ടലി. അന്തിക്രിസ്തുവിൻ്റെ വരവ് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അത് രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരുമെന്ന നമ്മൾ 2 Peter 2 പറയുന്നു. രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും. 1 Timothy 4 പറയുന്നു. അതും എന്താ പറയുക, മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികൾ അത് രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇതിൽ ഈ ലോലെസ്നെസ് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വയലേഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന പോലെ ആയിരിക്കില്ല വരുന്നത്. കാരണം ഇറ്റ്സ് എ മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പം അതിൽ ഒരു കാര്യം ഒന്ന് ഒരു സംശയം ചോദിച്ചുകൊണ്ട് പറയുവാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ് ഈ 2 Corinthians. കാരണം പലർക്കും അറിയാം, എന്നാലും അറിയില്ല. പിള്ളേരൊക്കെ ഗ്രോയിങ് ജനറേഷൻ, ദേ മേ നോട്ട് ബി മച്ച് നോയിങ് അബൌട്ട് ഇറ്റ്. 2 Corinthians 11:14 നമ്മൾ വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വായിച്ചു. And no wonder, for Satan himself transforms himself into an angel of light. അതെ, അതായത് സാത്താൻ പ്രകാശത്തിൻ്റെ മാലാഖയുടെ വേഷം കെട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് യു ആർ സെർച്ചിങ് ദി സ്ക്രിപ്ചർ ഫ്രം ജെനിസിസ് ടു റെവലേഷൻ, കാരണം നമുക്കൊരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട് ബൈബിളിനെ സംബന്ധിച്ച്. എന്താ? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാത്തിൻ്റെയും ആൻസർ ഇതിൽ തന്നെ കാണും. Isaiah 34:16 അത് സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കും. രഞ്ജിത്ത് വായിക്കും. Isaiah 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. അവയിലൊന്നും, അതായത് ഈ ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എഴുതിയേക്കുന്ന ഒരു കാര്യത്തിന് there must be support from the scripture. ഇംഗ്ലീഷിൽ 34:16 Search from the book of the Lord and read. Not one of these shall fail. അതെ, നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഉള്ള എല്ലാറ്റിനും ഇതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും. അല്ല, ദൈവത്തിന്റെ വചനത്തിനുള്ള എക്സ്പ്ലനേഷൻ യു ഷുഡ് നോട്ട് ടേക്ക് ഫ്രം ഔട്ട്സൈഡ് ദി സ്ക്രിപ്ചർ. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടു പിശാച് വെളിച്ചദൂതനായിട്ട് വേഷം കെട്ടാറുണ്ടെന്ന് പൗലോസ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു പ്രൂഫ് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായേ പറ്റൂ. ഇറ്റ് മസ്റ്റ് ബി. നമ്മൾ നോക്കി ചില കാര്യങ്ങൾ, certain things are conclusions. അതായത് കൺക്ലൂഷൻസ് ഒരിക്കലും തെറ്റാൻ പാടില്ല. that conclusion itself must be based upon truth. സ്ക്രിപ്ചർ ബേസ്ഡ് ആയിരിക്കണം, സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ജെനിസിസ് ടു റെവലേഷൻ നമ്മളെല്ലാം വായിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ ഉൽപ്പത്തിയിൽ പിശാച് സർപ്പത്തിലൂടെ സംസാരിച്ചെന്ന ഇല്ലേ, അല്ലാതെ ഒരു വെളിച്ചദൂതനായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് വന്നതല്ല. സോ ഇറ്റ് കനോട്ട് ബി ദാറ്റ് വൺ. അപ്പം നമ്മൾ വേറെ ഒരു ഇൻസിഡന്റ് കാണുന്നത് 1 Samuel 28. സോ ജസ്റ്റ് അറിയാവുന്നതാണ്. സ്റ്റിൽ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 5 minutes ഉള്ളിൽ ഞാൻ ടേക്കിങ്. അതിൽ നമുക്കറിയാവുന്ന കാര്യം ഈ 28 സ്റ്റാർട്ടിങ് ഞാൻ വായിക്കും. അക്കാലത്ത് ഫെലിസ്ത്യർ
ഇസ്രായേലിനോട് യുദ്ധത്തിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി. ആക്കീശ് ദാവീദിനോട് പറഞ്ഞു, നീയും നിന്റെ ആളുകളും എന്നോടൊപ്പം യുദ്ധത്തിന് വരണം എന്ന് മനസ്സിലാക്കുക. ദാവീദ് ആക്കീശിനോട് പറഞ്ഞു, നല്ലത് തന്നെ, അങ്ങയുടെ ദാസന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങേക്ക് കാണാം. ആക്കീശ് ദാവീദിനോട് പറഞ്ഞു, വളരെ നല്ലത്, നിന്നെ ഞാൻ ആയുഷ്കാലം മുഴുവൻ എൻ്റെ അംഗരക്ഷകനാക്കും. അപ്പോൾ ഇതിൽ 3-ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ അതാണ് അതിൻ്റെ റിയൽ പിക്ചർ. നമുക്കറിയാം, ദാവീദ് ഫെലിസ്ത്യ രാജാവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചേക്കുന്നതുകൊണ്ടാണ് ദാവീദിനോട് ആക്കീശ് അത് പറയുന്നത്. ആക്കീശ് ഈസ് എ ഫിലിസ്റ്റൈൻ കിങ്. അപ്പം 3-ാം സെന്റൻസിൽ അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ രാജാവ് ശൗല. അപ്പോഴേക്കും ശമൂവേൽ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇസ്രായേൽക്കാരെല്ലാം അയാളെക്കുറിച്ച് വിലപിക്കുകയും സ്വന്തം നഗരമായ രാമയിൽ അയാളെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ശൗല വെളിച്ചപ്പാടുകളെയും മന്ത്രവാദികളെയും നാട് കടത്തിയിരുന്നു. ഫെലിസ്ത്യർ ഒത്തുകൂടി വന്ന് ശൂനേമിൽ പാളയമടിച്ചു. ശൗലും എല്ലാ ഇസ്രായേൽക്കാരെയും ഒന്നിച്ചുകൂട്ടി. അവർ ഗിൽബോവയിൽ പാളയമടിച്ചു. ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടപ്പോൾ ശൗൽ ഭയപ്പെട്ടു. അയാളുടെ ഹൃദയം ഏറെ വിറപൂണ്ടു. ശൗൽ കർത്താവിനോട് ചോദിച്ചെങ്കിലും സ്വപ്നത്തിലൂടെയോ ഊറീമിലൂടെയോ പ്രവാചകരിലൂടെയോ കർത്താവ് ഉത്തരം നൽകിയില്ല. അപ്പോൾ ശൗൽ ദാസരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി വെളിച്ചപ്പാടാകാൻ ഒരു സ്ത്രീയെ അന്വേഷിക്കുക, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് കാര്യം തിരക്കട്ടെ. അയാളുടെ ദാസർ പറഞ്ഞു, ഇതാ ഏൻദോറിൽ ഒരു വെളിച്ചപ്പാടുണ്ട്. ഇതില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശൗലിനെ കുറിച്ച് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. ശൗൽ ഇത്തിരി ക്വിക്ക് ടെമ്പേർഡാണ്. വേറെ പ്രൂഫ് എന്താ? ബലി കഴിപ്പിച്ചത് അല്ല, മീൻസ് ഈ ആവേശം കൊണ്ട് തെറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ് ശൗല്. കാരണം ജോഷുവ വഴി ഗിബേണൈസുമായിട്ടൊരു കവനന്റ് ഉണ്ടായിരുന്നു, അവരെ കൊല്ലില്ല ഇല്ലേ. പക്ഷെ ശൗല് എന്തുകൊണ്ട് കൊന്നെന്ന് എഴുതിയിരിക്കുന്നു? അതായത് ദൈവത്തോടുള്ള ഈ ഫസ്റ്റ് സാമുവൽ 21 എടുക്കുമ്പോൾ, അല്ല സോറി, സെക്കൻഡ് സാമുവൽ 21 ജസ്റ്റ് എന്നാൽ ശൗലിന്റെ ഒരു സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാണ്. ദാവീദിന്റെ കാലത്ത്, സോറി, സെക്കൻഡ് സാമുവൽ 21 ദാവീദിന്റെ കാലത്ത് തുടർച്ചയായി 3 വത്സരം ക്ഷാമം ഉണ്ടായി. ദാവീദ് കർത്താവിന്റെ തിരഹിതം ആരാഞ്ഞു. കർത്താവ് അരുൾ ചെയ്ത്, ഗിബിയോനിയരെ വധിക്കയാൽ ശൗലിനും ശൗലിന്റെ ഭവനത്തിനും രക്തപാതകമുണ്ട്. അപ്പോൾ രാജാവ് ഗിബിയോനിയരെ വിളിച്ചു. ഗിബിയോനിയർ ഇസ്രായേൽക്കാരല്ല, അമോര്യരിൽ ശേഷിച്ചവരാണ്. ഇസ്രായേൽക്കാർ ഗിബിയോനിയരെ ഉപദ്രവിക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്നു. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കണം. എങ്കിലും ശൗൽ ഇസ്രായേൽക്കാരെ കുറിച്ചും യഹൂദക്കാരെ കുറിച്ചും തനിക്കുണ്ടായിരുന്ന ആവേശം നിമിത്തം ഗിബിയോനിയരെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ഇതില് നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രോവേർബ്സ് 19:2 വായിക്കുമ്പോൾ, NIV എന്ന് വായിക്കും, പ്രോവേർബ്സ് 19:2 ഇത് നമുക്കെല്ലാം എസ്പെഷ്യലി പുതിയ വിശ്വാസികൾക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നം. ഇത് 19:2 NIV വായിക്കും. Desire without knowledge is not good. How much more will hasty feet miss the way? Hasty feet miss the way. അപ്പൊ അതില് ഓശാന ബൈബിളോട് വായിക്കുമ്പോൾ 19:2 അതും കറക്റ്റ് ആണ്. അറിവില്ലായ്മ മനുഷ്യന് നന്നല്ല, തത്രപ്പെട്ട് നടക്കുന്നവൻ വഴിതെറ്റി പോകുന്നു. സത്യവദോസ്തോടെ വായിക്കാം. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. അതെ, ഹേസ്റ്റി ഫീറ്റ് വിൽ മിസ് ദി വേ എന്നാ. നമ്മൾ പൊതുവെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇപ്പം നോക്കുക, ഞാനിതുപോലെയുള്ള ഒത്തിരി പൊട്ടത്തരം ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഐ വാസ് എ ഡിവോട്ടഡ് കാത്തലിക്. അപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ശൗലി ഇതുപോലെയുള്ള ഒത്തിരി വിഡ്ഢിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ വീട്ടിലിരുന്ന രൂപങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞു. പിന്നെ ഒരു കുരിശുരൂപം ഉണ്ടായിരുന്നു. കുരിശുരൂപം എന്നൊക്കെ പറഞ്ഞാൽ കത്തോലിക്കരെ സംബന്ധിച്ച് വെരി ഡെലിക്കേറ്റ് പോയിന്റാണ്. കുരിശുരൂപമൊക്കെ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇത് ശൗലിന് ഇങ്ങനെ തന്നെയാണ് പറ്റിയത്. കാരണം അതൊന്നും ഒരു പരിജ്ഞാനത്തിൽ നിന്ന് ചെയ്ത കാര്യങ്ങളല്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, രൂപം എടുത്തു കളഞ്ഞതുകൊണ്ട് രൂപം ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല. സോ ക്രിസ്ത്യൻ സ്പിരിറ്റ് അറിയില്ല, അതുകൊണ്ട് ഇതൊക്കെ ഒടിച്ചു കളഞ്ഞു ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞ പോലെ തന്നെ ശൗല് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ശൗലിന്റെ ആവേശ നിമിത്തം എന്ത് ചെയ്തു, വേറെ ജെന്റൈൽസ് ഒന്നും ആ ദേശത്ത് കാണരുതെന്നുള്ളത് കൊണ്ട് ഗിബിയോനെ കൊന്നെന്ന് എഴുതി കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ രക്തപാതകം വന്നിരിക്കുന്നത്. കൊല്ലാൻ ശ്രമിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ കൊന്നു നാച്ചുറലി, കാരണം രക്തപാതകം ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതില് ഇപ്പൊ നമുക്കെല്ലാം അറിയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം എന്റെ ഇമ്മച്യൂരിറ്റി ഞാൻ പറയുന്നത് ഈ ഇമ്മച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് ശൗൽ ഇങ്ങനെ ചെയ്തു. ഈ ഉടമ്പടി അല്ലെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. There was a covenant between
ഇസ്രായേലൈറ്റ്സ് ആൻഡ് ദി ഗിബേനൈറ്റ്സ് അവരെ കൊല്ലാന്ന് കവനന്റ് ഉള്ളത്, യഹോവയുടെ നാമത്തിൽ കവനന്റ് ഉള്ളത്. യഹോവയുടെ നാമത്തിൽ കവനന്റ് ബ്രേക്ക് ചെയ്താൽ ഇതിന് ആവേശം കൊണ്ടാന്ന് പറഞ്ഞാലും ദൈവഭക്തി കൊണ്ടാന്ന് പറഞ്ഞാലും എന്താന്ന് പറഞ്ഞാലും തെറ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തോടുള്ള സിൻസിയറിറ്റി നിന്നായിരിക്കും, ആവേശത്തിൽ നിന്നായിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ട്രൂത്ത് ആൻഡ് സ്ക്രിപ്ചർ, ഗോഡ് വിൽ നോട്ട് ബി വിത്ത് അസ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. കാരണം നമ്മൾ ദൈവവചനത്തിന്റെ പക്വതയിലേക്ക് വളർന്നേ പറ്റൂ. ഇസ്രായേൽക്കാരെ കുറിച്ച് പൗലോസിന്റെ സാക്ഷ്യമുണ്ട്. അവർ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ളവരെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ തീക്ഷ്ണത എന്താ, ജ്ഞാനപ്രചോദിതമല്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള നീതീകരണത്തിന് അവർ കീഴ്വഴങ്ങുന്നില്ല. അവർ അവരുടെ സ്വന്തം നീതി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം പലപ്പോഴും ആവേശം ഉണ്ടാവും, ബട്ട് നോട്ട് സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ. ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഇമ്മച്യൂരിറ്റി അതെപ്പോഴും നാശത്തിൽ കൊണ്ടെത്തിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ശൗല് ആൾക്കാർ കൊന്നു, ഈ ഉടമ്പടിയൊക്കെ മറന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ശൗലിന്റെ ആ നേച്ചർ തീർന്നിട്ടില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ശൗല് എന്ത് ചെയ്തു, വെളിച്ചപ്പാടുകളെയൊക്കെ കൊന്നൊടുക്കി. അതവിടെ കാണുന്നുണ്ട്. വെളിച്ചപ്പാടുകളെ കൊന്നൊടുക്കി. 1 Samuel 28. ശൗല് വെളിച്ചപ്പാടുകളെയും മന്ത്രവാദികളെയും നാട് കടത്തിയിട്ടുണ്ട്. കാരണം അത് പെർഫെക്റ്റ്ലി അക്കോർഡിംഗ് ടു സ്ക്രിപ്ചറാണ് ചെയ്തത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഡ്യൂട്രോമി 18:11 വായിക്കുമ്പോൾ, ഡ്യൂട്രോമി 18:11 10 തുടങ്ങി വായിക്കാം. പ്രശ്നം വയ്ക്കുന്നവനോ ഭവിഷ്യത്ത് പ്രവാചകനോ ശകുനം പറയുന്നവനോ കൂടോത്രക്കാരനോ ആഭിചാരക്കാരനോ വെളിച്ചപ്പാടോ മന്ത്രവാദിയോ പ്രേതജാലക്കാരനോ ഉണ്ടായിരിക്കരുത്. ഇവ പ്രവർത്തിക്കുന്നവൻ കർത്താവിന് മ്ലേച്ഛനാണ്. ഈ മ്ലേച്ഛ നടപടികൾ നിമിത്തമാണ് ഇവരെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് തുരത്തി കളയുന്നത്. ദെൻ ലെവിറ്റിക്കസ് 19 എടുക്കുമ്പോൾ, അപ്പൊ ഇതൊക്കെ ശൗലിനറിയാം. കാരണം അവർക്ക് ഈ മോശയുടെ പഞ്ചഗ്രന്ഥി ഉള്ളവരാണ്. ലെവിറ്റിക്കസ് 19 എടുക്കുമ്പോൾ 1931 ഒന്ന് വായിക്കും. 1931 മന്ത്രവാദികളെയോ വെളിച്ചപ്പാടുകളെയോ ആശ്രയിക്കരുത്, അവരുടെ ആലോചന തേടരുത്, അതുവഴി നിങ്ങൾ അശുദ്ധരാകും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതെ. ദെൻ ലെവിറ്റിക്കസ് 20:6 മന്ത്രവാദികളുടെയും വെളിച്ചപ്പാടുകളുടെയും പിന്നാലെ കൂത്താട്ടത്തിന് പോകുന്നവനെതിരെ ഞാൻ മുഖം തിരിക്കും. സ്വജനങ്ങളിൽ നിന്ന് അയാളെ പുറന്തള്ളും. അതിനാൽ നിങ്ങൾ സ്വയം ശുദ്ധീകരിച്ച് മതി. 20:27 വായിക്കുമ്പോൾ ലെവിറ്റിക്കസ് 20:27 മന്ത്രവാദികളോ വെളിച്ചപ്പാടുകളോ ആയ സ്ത്രീ പുരുഷന്മാർ വധിക്കപ്പെടണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തത്തിന് അവർ തന്നെ ഉത്തരവാദികൾ. അതായത് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഡെഡ് എന്ന് പറയുന്നത് നിയമത്തിലെ വലിയ സീരിയസ് വധശിക്ഷ അർഹിക്കുന്ന തെറ്റ്. അപ്പം ശൗല് അങ്ങനെയുള്ളവരെല്ലാം നാട് കടത്തിയിരുന്നു. നമ്മളിതിനകത്ത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ശൗല് ചെയ്തത് എല്ലാം പെർഫെക്റ്റ്ലി അക്കോർഡിംഗ് ടു ഈ ഗിബേനറ്റ്സിനെ വധിച്ചതല്ല. ഈ വെളിച്ചപ്പാടുകളോട് ചെയ്തതൊക്കെ സ്ക്രിപ്ചർ അനുസരിച്ചാ നമ്മൾ വായിക്കുന്നില്ലേ. അതായത് ഒരു പിശാച് ഒരുത്തിന് വിട്ടുപോയി കഴിയുമ്പോൾ ചുറ്റിക്കറങ്ങ് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ അന്വേഷിച്ച് കറങ്ങ് തിരികെ വരുമ്പോൾ അവിടെ അതായത് എം ടി ആയിട്ട് കണ്ടാല് കൂടുതൽ ദുഷ്ടരായിട്ടുള്ള ആൾക്കാരാണോ വേറെ ഭൂതങ്ങൾ വിളിച്ചോണ്ട് വരും. ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യം തന്നെയൊക്കെ കഷ്ടമായിരിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ശൗല് ചെയ്ത ആ പർട്ടിക്കുലർ ആക്ട് ഇറ്റ് വാസ് നോട്ട് റോങ്, ബട്ട് ഈ ദൈവവചനത്തോടുള്ള ഒബീഡിയൻസിൽ വന്നില്ല. അതുകൊണ്ട് ഹി കുഡ് നോട്ട് കണ്ടിന്യൂ ഇൻ ഹിസ് ഫെയ്ത്ത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ശരി ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യം ചെയ്താൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കും, അല്ലേ? ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭയങ്കര അലേർട്ടായിരിക്കും. എന്നാൽ ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റാണ്. ആം ഐ കറക്റ്റ്? അതായത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ശരി അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ ശരി അറിഞ്ഞിട്ട് അപ്പൊ ഈ ശൗല് വെളിച്ചപ്പാടുകളൊക്കെ ഇതെല്ലാം ഇല്ലാതാക്കി, എന്നാൽ കർത്താവുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനിടയ്ക്ക് ഒരു ക്വിസ് ചോദിക്കാം. ഇതെന്റെ ഒരു സർവേ. അതായത്
ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യുന്നത് തെറ്റാന്ന് എവരിബഡി നോസ്. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിന്നായിട്ട് ഒരു സ്ഥലത്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതെവിടെയൊന്നുമല്ല, മേശക്കിനെയാണോ? കറക്റ്റ്. മേറോസിനെ ശപിക്കുക. അതെവിടെയാണ് സോണി എഴുതിയിരിക്കുന്നത്? ഫുൾ സ്കോർ കിട്ടുന്നത് എവിടെയാണെന്ന് പറഞ്ഞത്? അവിടെ പോയി 0 ആയിപ്പോയി. ജഡ്ജസ് ചാപ്റ്റർ 5:23 വായിക്കുമ്പോൾ, കാരണം ഇത് നമ്മൾ എഴുതിയേക്കുന്ന സ്ഥലം അറിഞ്ഞാൽ പോലെ നമ്മൾ ചെയ്യാൻ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വലി സിൻഫുൾ ഓർ മോർ സിൻഫുൾ. 5:23 കഴിഞ്ഞ് വായിക്കുമ്പോൾ ജഡ്ജസ് എന്ന് വായിക്കും. Curse Meroz, said the angel of the Lord. Curse its inhabitants bitterly, because they did not come to the help of the Lord, to the help of the Lord against the mighty. ബാബു എന്ന് വായിക്കാം. കർത്താവിന്റെ മാലാഖ പറയുന്നു. കർത്താവിന്റെ മാലാഖ ഏഞ്ചൽ ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞിരുന്നത് സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റി മോസ്റ്റ് പ്രോബബ്ലി. കർത്താവിന്റെ മാലാഖ പറയുന്നു, മേറോസിനെ ശപിക്കുക, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. കാരണം ബലവാന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ കർത്താവിന്റെ സഹായത്തിന് അവർ വന്നില്ല. കണ്ടോ, അവർ ചെയ്തൊരു തെറ്റല്ല, ബട്ട് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അതായത് കർത്താവിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളിൽ അവര് ആ യുദ്ധങ്ങളെ സഹായിക്കാൻ അവർ മുമ്പോട്ട് വന്നില്ല. അതുകൊണ്ട് ദെയർ ഇസ് എ കഴ്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പൊതുവെ രക്ഷിക്കപ്പെട്ട ആൾക്കാർ ദേ ആർ വെരി കെയർഫുൾ മോസ്റ്റ്ലി. പക്ഷെ ചെയ്യേണ്ട പല കാര്യങ്ങളോടും വളരെ പാസീവായിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നോക്ക്, നമ്മളോട് ദരിദ്രരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദരിദ്രരെ സഹായിക്കണം എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടേക്കുന്നതായിട്ടല്ല നോർമലി എടുക്കുന്നത്. ഇറ്റ്സ് ഒരു ഗുഡ് വിൽ ജസ്റ്റർ ആയിട്ട് എടുക്കുന്നത്, അല്ലേ? ഒരു അഡീഷണൽ ഒരു ബോണസ് പോലെ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ഇതൊരു എന്താ പറയുക, കറി വെച്ചിട്ട് അതിന് കടു പൊട്ടിക്കുന്ന പോലെയാണ്. നോ, ഇറ്റ് ഈസ് കമാൻഡഡ്. ഈ Proverbs 29 എടുക്കുമ്പോൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഞാൻ അതുമായിട്ട് പറഞ്ഞതല്ല. 29 7 വായിക്കുമ്പോൾ 29 ധർമ്മിഷ്ഠൻ ദരിദ്രന്റെ അവകാശങ്ങൾ അറിയുന്നു, ദുഷ്ടൻ ആ അറിവ് ഉൾക്കൊള്ളുന്നില്ല. ധർമ്മിഷ്ഠൻ ദരിദ്രന്റെ അവകാശങ്ങൾ എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് എന്ന് വായിക്കുമ്പോൾ The righteous considers the cause of the poor. വായിക്കാം. The righteous care about justice for the poor. This justice for the poor. സത്യവദോസം വായിക്കാം. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു, ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല. അതെ, അപ്പൊ ധർമ്മിഷ്ഠൻ ദരിദ്രന്റെ റൈറ്റ്സ്, അത് നമ്മൾ ഈ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ മേറോസിനെ ശപിക്കുക, കാരണം ചെയ്യേണ്ട കാര്യം ചെയ്തില്ല, കർത്താവിനെതിരെയുള്ള യുദ്ധങ്ങൾക്ക് സഹായിക്കാൻ വന്നില്ല. സെയിം. അപ്പൊ ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ ശൗല് വെളിച്ചപ്പാടുകളെയൊക്കെ നാട് കടത്തി. അറ്റ് ദി സെയിം ടൈം ദി ഒബീഡിയൻസ് ടു ദി സ്ക്രിപ്ചർ ശൗലിന്റെ എങ്ങനെയായിരുന്നു നമുക്കറിയാം. അതായത് ആദ്യം ഒരു 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞു. 7 ദിവസം കാത്തിരുന്നോ? 7 ദിവസം കാത്തിരുന്നു. ദാറ്റ് മീൻസ് നമുക്ക് ദൈവത്തോടുള്ള ഒബീഡിയൻസിന് യു കനോട്ട് പുട്ട് ഫോർവേഡ് എനി കണ്ടീഷൻസ്. ഒബീഡിയൻസ് അത് കർത്താവ് ഇപ്പൊ ശദ്രക് മേശക് അഭിനേക് പറയുന്ന പോലെയാണ്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഈവൻ ഇഫ് ഹീസ് നോട്ട് സേവിങ് അസ്, നോ പ്രോബ്ലം, വി ആർ റെഡി ടു ഫോൾ ഇൻ ടു ഫയർ. അതായത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഈ രക്ഷിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം, വി ആർ റെഡി ടു ഫോൾ ഇൻ ടു ദി ഫയർ. ഇതാണ് ദെൻ നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അതായത് ദാസൻ യജമാന്റെ മുഖത്തോട്ട് നോക്കുന്ന പോലെ, ദാസി യജമാനത്തിയുടെ മുഖത്തോട്ട് നോക്കുന്നത് പോലെ കർത്താവിന്റെ കൃപ കിട്ടുവോളം നമ്മൾ അവന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു. സോ 7 ദിവസം കാത്തിരുന്നിട്ട് വന്നില്ലെങ്കിൽ യു കനോട്ട് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ഹിം. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടില്ല, വിശ്വസിക്കുന്നവൻ ക്ഷമയോടെ കാത്തിരിക്കും. നോക്ക്, ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് ഇപ്പോൾ ഹീബ്രൂസ് 10:35 വായിച്ചാൽ, അത് സത്യവേദപുസ്തകം വായിക്കും. ദാറ്റ്സ് വെരി ഗുഡ് വേർഡ്. ഹീബ്രൂസ് 10:35 അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അതെ, ഇംഗ്ലീഷ് വായിക്കാം. Therefore, do not cast away your confidence, which has great reward. For you have need of endurance, so that after you have done the will of God, you may receive. You have the need of endurance. And
മഹാപ്രതിഫലമുള്ളതെന്ന് എഴുതിയിരിക്കുന്നത്. മഹാപ്രതിഫലമുള്ള ആത്മധൈര്യം. നിങ്ങളുടെ ആത്മധൈര്യം മേടിയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. നല്ല സത്യവേദത്തിലെ വേർഡ് ഈസ് വെരി ടച്ചിങ്. മഹാപ്രതിഫലം, ഇംഗ്ലീഷിൽ ഗ്രേറ്റ് റിവാർഡ്. എന്തിനാ ഗ്രേറ്റ് റിവാർഡ് ഉള്ളത്? അതായത് നിങ്ങളുടെ ആത്മധൈര്യം, അതായത് ദി ഫെയ്ത്ത്. എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും, അതായത് കർത്താവിന് ഉത്തരം കിട്ടുവോളം, ഉത്തരം കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളതല്ല, വി വിൽ നെവർ ഗീവ് അപ്പ്. അപ്പം മഹാപ്രതിഫലമുള്ള ആത്മധൈര്യം. അത് ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത് വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പേടിയായിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന ശൗലിന്റെ പ്രോബ്ലമാണ്. ശൗലിന് ഈ ആത്മധൈര്യം നഷ്ടപ്പെട്ടു. ആത്മധൈര്യം നഷ്ടപ്പെടാൻ കാരണം ഹി ഫെയിൽഡ് ഇൻ ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. കർത്താവിനോടുള്ള അനുസരണത്തിൽ നിന്ന് ആത്മധൈര്യം ഉണ്ടാകത്തുള്ളൂ മനുഷ്യന്. ഈ പ്രൊവേഴ്സ് 14:26 വായിക്കുമ്പോൾ ഈ വചനം വായിച്ചുണ്ട്. കർത്താവിനോട് ഭക്തിയുള്ളവന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. യെസ്, കർത്താവിനോട് ഭക്തിയുള്ളവൻ, ഇറ്റ്സ് നോട്ട് എ വേവറിംഗ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല. കർത്താവിനോട് ഭക്തിയുള്ളവന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. ഇംഗ്ലീഷിൽ In the fear of the Lord, there is strong confidence. there is strong confidence. there is strong confidence. അല്ലാതെ അപ്പൊ ഇവിടെ ഈ സ്ട്രോങ് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദി ഫിയർ ഓഫ് ദി ലോർഡ്. ഫിയർ ഓഫ് ദി ലോർഡ് ഈസ് ടു ഹേറ്റ് ഈവിൾ. ഹേറ്റ് ഈവിൾ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈ ശൗലിന് ഈ ഗതി വരാനുണ്ടായ കാര്യം, ശൗൽ വാസ് എ വെരി സെലസ് മാൻ. കർത്താവിനോട് ആവേശവും ഭക്തിയുള്ള ആളാണ്. ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം അതിഭയങ്കരമായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്ത് ജീവൻ റിസ്ക് ചെയ്ത് ഇസ്രായേലിനെ രക്ഷിച്ചിട്ടുള്ള ഹി സ്റ്റാർട്ടിങ് വാസ് സോ അട്രാക്റ്റീവ് ആൻഡ് ഹി വാസ് എ ഹംബിൾ മാൻ, ഇല്ലേ? അതായത് രാജാവാക്കാൻ പിടിച്ചപ്പോൾ ഹിസ് റെസ്പോൺസ് വാസ് ഐ എം നോട്ട് ഫിറ്റ് ഫോർ ഇറ്റ്. ഗോതമ്പിനിടയിൽ പോയി ഒളിച്ചിരുന്നു. അതേസമയം പിന്നീട് ദൈവം മാറ്റിയപ്പോൾ മാറാൻ തയ്യാറുണ്ടോ? ഇല്ല. ദൈവം ദാവീദിനെ ആക്കിയപ്പോൾ ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് ഇറ്റ്. ഇനീഷ്യലി ഐ എം നോട്ട് ഫിറ്റ്. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് ഫിറ്റാന്ന് തോന്നുന്ന ദിവസം റിയലി വി ആർ ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ കുറെ കഴിയുമ്പോൾ ശൗലിന് തോന്നി ശൗല് ഫിറ്റാന്ന് തോന്നി, അന്ന് ദൈവം അൺഫിറ്റാക്കി. അപ്പൊ ഇവിടെ ശൗല് ഈ ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞു. 7 ദിവസം കാത്തിരുന്നു. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ഒബീഡിയൻസ് തിയററ്റിക്കൽ ഫുൾഫിൽമെന്റാ. നോ, അതാണ് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവിനെ അറിയാം. ഹി നോസ് ദി ഇന്റൻഷൻസ് ഓഫ് ദി ഹാർട്ട്. അതുകൊണ്ട് നമ്മൾ ഹീബ്രൂസ് 4:12 ദൈവവചനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് അത് ഹൃദയ വിചാരങ്ങളെ വിവേചിച്ചറിയും ദൈവത്തിന്റെ വചനം. 4:12 For the word of God is living and powerful, and sharper than any two-edged sword, piercing even to the division of soul and spirit, and of joints and marrow, and is the discerner of the thoughts and intents. And the discerner of the thoughts and intentions. നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് മടങ്ങി വരുമ്പോൾ ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താകും, അപ്പോൾ ഓരോ മനുഷ്യനും ദൈവത്തിൽ നിന്നുള്ള പ്രശംസ വരും. കാരണം ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ശൗലിനെ സംബന്ധിച്ച് ശൗലിന് നല്ല ആവേശമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ക്രൈസിസ് അല്ലെ ദൈവവചനത്തോടുള്ള അനുസരണത്തിന്റെ കാര്യത്തിൽ ദൈവം ടെസ്റ്റ് ചെയ്തപ്പോൾ ഹി ഫെയിൽഡ്. അതാണ് നമുക്ക് പലപ്പോഴും ഭയങ്കര ആവേശവും എടുത്തിയാട്ടവും ഇതൊക്കെ കാണും. ബട്ട് ദൈവവചനത്തോടുള്ള ഒബീഡിയൻസ് വരുമ്പോൾ, കാരണം ദൈവം വില മതിക്കുന്നത് ദി ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ് മാത്രമേ ഉള്ളൂ. കാരണം പത്രോസ് പറഞ്ഞു, ബാക്കി എല്ലാവരും പോയി, ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം പോയി, ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസ് പറഞ്ഞു, നോ, യു വിൽ നോട്ട് ലീവ് ബിക്കോസ് യു ഹാവ് ദി വേർഡ്സ് ഓഫ് എറ്റേണൽ ലൈഫ്. അപ്പം നമ്മളെ സംബന്ധിച്ചും ഈ വേർഡ്സ് ഓഫ് എറ്റേണൽ ലൈഫാണ് ദി കോസ് ഫോർ അവർ അട്രാക്ഷൻ ടുവേർഡ്സ് ദി ലോർഡ്. നമ്മൾ ഒരിക്കലും പോകത്തില്ല, അല്ലെങ്കിൽ പോകും. അപ്പം ഇവിടെ അവിടെ ശൗലിന്റെ ഫെയിലിയേഴ്സ് നമ്മൾ കാണുന്നത്, അവിടെ കാത്തിരുന്നില്ല. പിന്നെ 7 ദിവസം കാത്തിരിക്കാതിരുന്നപ്പോൾ എന്താ നഷ്ടപ്പെടുക? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താ നഷ്ടപ്പെടുത്തിയത്? എന്താ രണ്ട് സംഭവം. ഒന്ന് കാത്തിരുന്ന സംഭവം, ഒന്ന് അമാലിയക്കരെ കൊല്ലാൻ പറഞ്ഞു. രണ്ട് സ്ഥലത്തും 2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഡിസൊബീഡിയൻസും ഉണ്ട്. 13ാം അധ്യായത്തിലെ ഡിസൊബീഡിയൻസിന് ദി ഡിസെൻഡൻസിനുള്ള അനുഗ്രഹം പോയി. കാരണം ഇത് നമ്മളിത് വായിക്കുന്നത് ശൗലിനെ കുറിച്ച് പഠിക്കാനല്ല ആക്ച്വലി, ആണോ? നമുക്ക് വേണ്ടിയിട്ടാണ് ഈ മുന്നമേ എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം. എന്തിനു വേണ്ടിയാ? ആരെ ബുദ്ധി ഉപദേശിക്കാനാ? ശൗലിനെയാണോ? പണ്ടൊരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ഈ മരിച്ചെടുത്ത് പോകുമ്പോഴേ ഈ ആൾക്കാരെല്ലാം പാട്ട് പാടും. മരിച്ചെടുത്ത പാട്ടുകളുണ്ടല്ലോ, എല്ലാവരും ഈ ശവത്തിന്റെ നേരെ നോക്കിയാൽ പാടുന്നത്.
പക്ഷെ ഈ പാട്ടുകളെല്ലാം എഴുതിയത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. സെയിം വേ ശൗല് കാത്തിരിക്കാതിരുന്നപ്പോ ഈ 13 വായിക്കുമ്പോ ബാബു ഒന്ന് വായിക്കും. ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, നീ വിഡ്ഢിത്തം കാണിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് അനുശാസിച്ച അവന്റെ കൽപ്പന നീ പാലിച്ചില്ല. ഇസ്രായേലിൽ നിന്റെ രാജ്യത്വം കർത്താവ് ശാശ്വതമായി നിലനിർത്തുമായിരുന്നു. എന്നാൽ ഇനി നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. കർത്താവ് തന്റെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അയാളെ കർത്താവ് തന്റെ ജനതയ്ക്ക് രാജാവായി നിയമിച്ചിരിക്കുന്നു. അവിടെ ക്ഷമ കാണിക്കാതിരുന്നപ്പോ, അല്ലെങ്കിൽ ദി ഗ്രേറ്റ് റിവാർഡ് ഫോർ എന്തിനാ, മഹാപ്രതിഫലമുള്ള ആത്മധൈര്യം. അതായത് ഈ 7 ദിവസം കാത്തിരുന്നിട്ടും ശൗല് വന്നില്ലെങ്കിലും ഞാൻ കാത്തിരിക്കുന്നു. സിറ്റുവേഷൻസ് അഡ്വേഴ്സ് ആയിരുന്നു. അന്നേരം പെട്ടെന്ന് ബലിയർപ്പിക്കാൻ കാരണം എന്തായിരുന്നു? ജനങ്ങൾ ചിതറി പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സിറ്റുവേഷൻസ് അഡ്വേഴ്സ് ആകുമ്പോഴാണ് നമ്മുടെ ഒബീഡിയൻസ് ദൈവത്തിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എവറിത്തിങ് ഈ സ്മൂത്ത് ആണെങ്കിൽ എല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരും എന്താ പറയുക പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പാർപ്പുറത്ത് വീണ വിത്തിൻ്റെ എക്സ്പ്ലനേഷൻ കർത്താവ് പറഞ്ഞത്. പാർപ്പുറത്ത് വീണു എന്ന് പറയുന്നതോ എന്താ തിനി കാരണം കൃത്യം അറിഞ്ഞ പറ്റും. ബാബു എന്താ പറയുക? ലൂക്ക് 8:15 വായിച്ചു. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് നല്ലതാ, അല്ലെങ്കിൽ മലയാളം കറക്റ്റാ. വായിച്ചപ്പോൾ 8:15 ആയിരിക്കും ലൂക്ക്. വായിച്ചു. പാറയിൽ 13 വായിച്ചു. പാറയിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടപ്പോൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചവരെ പറ്റിയാണ്. എന്നാൽ അവർക്ക് വേരില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുകയും പ്രലോഭന സമയത്ത് വീണു പോവുകയും ചെയ്തു. ഇംഗ്ലീഷിലെ സെയിം എടുത്ത് വായിച്ചു. ലാസ്റ്റ് പാട്ട് വായിച്ചു. ടൈം ഓഫ് ടെംപ്റ്റേഷൻ വരെ ദേ ആർ ഓൾ സ്ട്രോങ് ബിലീവേഴ്സ്. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും. ഇപ്പൊ ഈ ശൗലിന് ഈ 7 ദിവസത്തിനകം സാമൂഹ്യം വന്നിരുന്നെങ്കിൽ ശൗലിന്റെ റിയൽ സ്ട്രെങ്ത് വെളിപ്പെടില്ല. നോ, 7 ദിവസം വന്നുമില്ല. എന്നാൽ ആൾക്കാരെല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിലും റിയൽ പിക്ചർ പുറത്തു വരത്തില്ല. ആൾക്കാർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ ഇടംവലം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ അപ്പം കൂടെ ഉണ്ടാകത്തില്ല, അമ്മ കൂടെ ഉണ്ടാകത്തില്ല, നമ്മൾ വിശ്വസിച്ചിരുന്ന ആരും കൂടെ ഉണ്ടാകത്തില്ല, നമ്മൾ പ്രതീക്ഷിച്ച ആരും കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് സീയിങ് ദി ഫേസ് ഓഫ് ദി ലോർഡ് യു ക്യാൻ കംപ്ലീറ്റ് ദി റേസ്. അതർവൈസ് നോ, ഇമ്പോസിബിളാണ്. അപ്പൊ ഇവിടുന്ന് ആൾക്കാരിങ്ങനെ ചെറിയ പോയിക്കൊണ്ടിരുന്നു. ശത്രു ഫിലിസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ശൗല് വിചാരിച്ചത് ഈ ബലി അർപ്പിച്ചാൽ സംഗതി രക്ഷപ്പെടാം. കാരണം എന്താ, ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടും, പിന്നെ പ്രശ്നമില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ, ഇതൊക്കെ നമുക്ക് വേണ്ടി എഴുതിയേക്കുന്നതാണ്. അതായത് ദൈവവചന പ്രകാരം അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു ദൈവാനുഗ്രഹവും കിട്ടത്തില്ല. ഉസ്സ പോയി പേടകത്തെ തൊട്ട് മരിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് ദാവീദ് എഴുതിയേക്കുന്ന നമ്മൾ ചിന്തിക്കാറില്ല. ദാവീദ് എന്താ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്? അങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ ചട്ടപ്രകാരം വിളിക്കാത്തതുകൊണ്ട്. നമ്മൾ ചട്ടപ്രകാരം വിളിക്കാതെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തുമ്പോൾ കുറെ അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഉണ്ടാവും. ദൈവം കൂടെ ഉണ്ടെന്ന് തോന്നും. ശൗലിന് തോന്നി, അനുഗ്രഹം കിട്ടും തോന്നി, ബലി അർപ്പിച്ചു. അപ്പൊ അവിടെ നീ വിഡ്ഢിത്തരം കാണിച്ചു. അതായത് രാജ്യത്വം നിലനിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാല് ഡിസെൻഡൻസിന് കിട്ടേണ്ട അനുഗ്രഹം ഇല്ലേ? ഇപ്പോ ഈ Proverbs 20:7 വായിക്കുമ്പോൾ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിസൊബീഡിയൻസ് മെനി ടൈംസ് മക്കൾക്ക് കിട്ടേണ്ട നന്മകളെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. 20:7 എന്ന് വെച്ചത് പരമാർത്ഥതയിൽ വ്യാപരിക്കുന്ന ധർമ്മിഷ്ഠനായ മനുഷ്യൻ, അയാളുടെ പിന്മുറക്കാരായ പുത്രന്മാർ അനുഗ്രഹീതർ. അതെ, പരമാർത്ഥതയിൽ വ്യാപരിക്കുന്ന ധർമ്മിഷ്ഠനായ മനുഷ്യനായ പിന്മുറക്കാർക്ക് അനുഗ്രഹം കൊണ്ട് ദൈവം വെച്ചിട്ടുണ്ട്. ദെൻ ഈ സാം 102:28 വായിക്കുമ്പോൾ 102:28 നിന്റെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ പിന്മുറക്കാർ നിന്റെ തിരുസന്നിധിയിൽ നിലനിൽക്കും. അതെ, അവരുടെ പിന്മുറക്കാർക്ക് നോക്ക്, ഈ കർത്താവിനെ പിൻപറ്റുന്നതിന്റെ അനുഗ്രഹം ഒരു ജനറേഷനിൽ അവസാനിക്കുന്നതല്ല. അത് ജനറേഷൻ ടു ജനറേഷൻ, അല്ലെങ്കിൽ ഇത് നിത്യമായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ദാവീദിനോട് പറഞ്ഞു, നിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കും. പക്ഷെ ആ പറഞ്ഞ സ്ഥലത്തൊന്നും അതിന്റെ കണ്ടീഷൻ എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, കണ്ടീഷൻ എന്തായിരുന്നു? ദാവീദിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായുള്ള കണ്ടീഷൻ ദൈവം അന്നേ പറഞ്ഞതാ. അങ്ങനെയാണ് തോന്നി. അതൊരു കിസ്സ,
എന്താ സാധനം ഓർക്കുന്നോ? ദാവീദിന്റെ സിംഹാസനം സപ്പോസ് ടു ബി കണ്ടിന്യൂഡ് ഫോർ എവർ. ദാറ്റ് വാസ് ലോർഡ് പ്രോമിസ്ഡ്, ബട്ട് ബേസ്ഡ് അപ്പോൺ എ കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മളെല്ലാം അറിയേണ്ടതാണ്. എന്താ നീതാ പറയാം? നോ നോ എന്നാ നോക്കുക. ഇത് നമ്മൾ ഈ 12 വർഷം ഏതാണ്ട് വായിച്ചിട്ട് ആരാന്നറിയില്ല എന്ന് പറയുന്നില്ല. എവറി ടൈം വി ആർ റിപ്പീറ്റിംഗ്. എന്താ ജോലി? ബേസ്ഡ് അപ്പോൺ സം കണ്ടീഷൻ. അതിന്റെ സെന്റൻസ് എത്ര പറഞ്ഞു? ഫസ്റ്റ് കിങ്സ് 8:25 എന്ന് വായിച്ചപ്പോൾ നമുക്ക് ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാണ്? ഇത് ഈ ദാവീദിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമാണെന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫസ്റ്റ് കിങ്സ് 8:25 നീ നിന്റെ തിരുവായി കൊണ്ട് അരുൾ ചെയ്തു, ഇന്ന് അത് നിന്റെ കൈകൊണ്ട് നീ നിറവേറ്റുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ നിന്റെ ദാസനും എന്റെ പിതാവുമായ ദാവീദിന് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി. അപ്പൊ സോളമൻ അറിയായിരുന്നു. സോളമനോട് അപ്പം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി. വായിച്ചു. നീ എന്റെ മുമ്പാകെ വ്യാപരിച്ചതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ വ്യാപരിക്കാൻ തങ്ങളുടെ വഴികളിൽ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്ക് എന്റെ മുമ്പാകെ ആളില്ലാതെ വരില്ല. യെസ്, ബട്ട് ദാവീദിന്റെ കൊച്ചുമോനാണ് ആര്? ജോസഫ്. ഏത്? മറിയത്തിന്റെ ഭർത്താവ്. ഇപ്പൊ മറിയത്തിന്റെ ഭർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് എന്താ? ഉളിയും കൊട്ടോടിയായിട്ട് ആശാരിപ്പണിയാ. ബിക്കോസ് മക്കൾ കീപ്പ് ചെയ്തില്ല. ഇപ്പൊ നോക്ക്, ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് ദേ ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഹോംസ് ടു ബി ബ്ലസ്ഡ്. നമ്മൾ ഫസ്റ്റ് ജനറേഷനാണ് മോസ്റ്റ്ലി. അതായത് തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മക്കൾ അത് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അവിടെ പറഞ്ഞേക്കുകയാണ്, നിന്റെ മക്കളും ഇത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കാൻ ആളില്ലാതെ വരില്ല. ദെൻ ഇഫ് യു ആർ റീഡിങ് അഗെയിൻ ഫസ്റ്റ് കിങ്സ് 2 വായിക്കുമ്പോൾ അതിന്റെ മുഴുവൻ വായിക്കണ്ട, 2:4 തുടങ്ങി വായിച്ചാൽ മതി. സെയിം സംഭവമാണ്. നമ്മൾ സമയം രക്ഷിക്കാൻ വേണ്ടി സമയം സേവ് ചെയ്യാൻ പറയും. പക്ഷെ സമയം സേവ് ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ 1 തുടങ്ങി വായിച്ചു. മരണസമയം അടുത്തപ്പോൾ ദാവീദ് പുത്രനായ സോളമനെ വിളിച്ചു കൽപ്പിച്ചു, ഞാൻ സകല ഭൂവാസികൾക്കുമുള്ള വഴിയിലൂടെ പോകാൻ തുടങ്ങുന്നു. പുരുഷോചിതമാം വിധം ധീരതയോടെ വർത്തിക്കുക. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുക. അവന്റെ മാർഗങ്ങളിൽ വ്യാപരിക്കുക. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിന്റെ ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുശാസനങ്ങളും സാക്ഷ്യങ്ങളും പാലിക്കുക. അപ്പോൾ നീ എന്ത് ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും ഐശ്വര്യം പ്രാപിക്കും. അങ്ങനെ കർത്താവ് എന്നെ കുറിച്ച് എന്നോട് പറഞ്ഞ വാക്കുകൾ നിറവേറ്റുകയും ചെയ്യും. അത് വിത്തിൻ ഇൻവേർട്ടഡ് കൊമാസിൽ എഴുതിയേക്കുന്ന കർത്താവ് പറഞ്ഞത് അന്യം എഴുതിയേക്കുന്നത് വായിച്ചു നോക്കി. നിന്റെ പുത്രന്മാർ തങ്ങളുടെ മാർഗങ്ങളിൽ സൂക്ഷ്മതയുള്ളവരായി എന്റെ മുമ്പാകെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ വിശ്വസ്തതാപൂർവ്വം നടക്കുമെങ്കിൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിനക്ക് ആളില്ലാതെ പോകുകയില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ആരും ഈ കണ്ടീഷൻ മറക്കാൻ പാടില്ല. ദാവീദിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കുന്ന ദൈവം കൊടുത്ത വാഗ്ദത്തം. ഓൾ ദി പ്രൊമിസസ് ഓഫ് ദി ബൈബിൾ ആർ ബേസ്ഡ് അപ്പോൺ വൺ ഓർ അതർ കണ്ടീഷൻസ്. കണ്ടീഷൻ ഇല്ലാത്ത ഒരു വാഗ്ദത്തം നമ്മൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ ദാവീദിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കുന്നു പറഞ്ഞു. പക്ഷെ മക്കളെ കാത്തു സൂക്ഷിച്ചില്ല. ഈവൻ ദി ഫസ്റ്റ് സോളമൻ തന്നെ അത് അവിടെ വയലേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എപ്പോഴും വായിക്കുന്നുണ്ട്, പല രാജാക്കന്മാരും ഡിസൊബേ ചെയ്തപ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, എങ്കിലും ദാവീദിനോട് കൊടുത്ത വാഗ്ദത്തം പ്രകാരം ഒരു ദീപം നിലനിർത്തി. ഇല്ലേ, വായിക്കാറില്ലേ? ഗോഡ് വാസ് സോ ഫെയ്ത്ത്ഫുൾ. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്നിട്ട് ദൈവം ആ ലൈൻ ബ്രേക്ക് ചെയ്ത് എവിടെ വെച്ചാ? കറക്റ്റ്. അതായത് ദൈവവചനത്തോട് ഇറവറൻസ് കാണിച്ചപ്പോൾ ദൈവം ആ സിംഹാസനം ഇല്ലാതായി കളഞ്ഞു യെഹോയാക്കീമിന്റെ സമയത്ത്. കാരണം ചുരുള് കത്തിച്ചപ്പോഴാണ്. കാരണം ചുരുള് ദൈവത്തിന് പറയാനുള്ള കാര്യം, ചുരുള് ദൈവത്തിന് പറയാനുള്ളത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനോട് റെവറൻസും റെസ്പെക്റ്റും ഫിയറും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഫീൽഡിൽ ഒരു സ്കോപ്പും ഇല്ല. അപ്പൊ ഇതില് ശൗലിന്റെ കാര്യം നമ്മൾ ചിന്തിച്ച്, അപ്പൊ അവിടെ മക്കൾക്കുള്ള അനുഗ്രഹം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ തലമുറകൾക്കുള്ള അനുഗ്രഹം നഷ്ടപ്പെടുത്തി. പക്ഷെ സ്റ്റിൽ ഹി വാസ് കിങ്. രാജ്യത്തും ദൈവം എടുത്തു കളഞ്ഞില്ല. ദെൻ ഫസ്റ്റ് സാമുവേൽ 15 അമാലിയക്കരെ പോയി ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. അമാലിയക്കരെ കൊന്നൊടുക്കണം എന്ന് പറഞ്ഞു. ഓ ഡെനീത്തല്ലേ പുറകിലിരിക്കുന്നത്? ഇവിടെ ഇല്ലല്ലോ. ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു, വൈ? അപ്പം ഞാൻ ഓർത്ത് ജിനിയാന്ന് വിചാരിച്ചു, എനിക്ക് കാണാൻ പാടില്ല ഫേസ്. അപ്പോൾ ജിനിയോട് ചോദിക്കുന്നത്,
അപ്പൊ ഈ അമാലിയക്കരെ ഉന്മൂലം ചെയ്യണമെന്ന് ദൈവം ഗോഡ് സോ ഫ്യൂരിയസ്. വൈ? ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. അമാലിയക്കര് നോക്ക്, നമുക്കത് വായിക്കുമ്പോൾ ഒരു നടുക്കം വരുന്ന ആമൈ കറക്റ്റ്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടെ കൊന്നെടുക്കാൻ ദൈവം പറഞ്ഞപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇറ്റ് വാസ് ഇച്ചിരി ഒരു സ്മൂത്തായിട്ട് വായിച്ചു വിടാൻ പറ്റാത്ത ഒരു സ്ഥലം. അത് രാജു വായിച്ചിട്ടില്ലേ? മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടെ കൊന്നെടുക്കണമെന്ന് ദൈവം പറഞ്ഞു. വാട്ട് വാസ് ദ റീസൺ? സോണി, എന്തായിരുന്നു റീസൺ? ഫിയർ ഓഫ് ദി ലോർഡ് ഒന്നും അല്ല. സോ നോക്ക്, ദൈവത്തിന്റെ മക്കളോട് നോക്ക്, കഷ്ടത്തിലിരിക്കുന്ന ബുദ്ധിമുട്ടിലിരിക്കുന്ന ദൈവമക്കളെ തൊടുന്നത് അവനെ സ്പർശിക്കുന്നവൻ അവന്റെ കൃഷ്ണമണിയല്ല സ്പർശിക്കുന്നത്. നോക്ക്, തളർന്നിരിക്കുന്ന ബുദ്ധിമുട്ടിലിരിക്കുന്ന ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഇസ്രായേൽക്കാരോട് ക്രൂരത ചെയ്തതിന്, ദാറ്റ് വാസ് അറ്റ് ദി ടൈം ഓഫ് മോസസ്. He asked to eliminate them at the time of Shaul. എത്ര വർഷം കഴിഞ്ഞിട്ടാ? ഏകദേശം റഫ്ലി എത്ര വർഷം കഴിഞ്ഞിട്ടാ ദിയ? റഫ്ലി പറഞ്ഞാൽ അത് കൃത്യം പറയണ്ട. ജഡ്ജസ് 400 പ്ലസ് സംതിങ്, മേ ബി 500. സോ നോട്ട് എക്സാക്ട്ലി, എന്തായാലും 400 ഒരു ജഡ്ജസിന്റെ പീരീഡ് ക്ലിയർ ആയിട്ടുണ്ട് അതിനിടയിൽ. അതായത് ആഫ്റ്റർ 500 years കർത്താവ് തന്റെ വാഗ്ദത്തം സഹസ്ര പുരുഷാന്തരങ്ങളിലും മനസ്സിൽ വെക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ കളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ദൈവത്തിന്റെ വചനം. ദൈവം അരുൾ ചെയ്താൽ ദൈവം നടപ്പിലാക്കിയിരിക്കും. ആഫ്റ്റർ 500 years ദൈവം അന്ന് ചെയ്ത ആ കാര്യത്തിന് ഇവരെ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ശൗലിനോട് പറഞ്ഞു, യു ഹാവ് ടു ഡു ഇറ്റ്. ശൗല് നമുക്കറിയാം, ശൗല് പോയി പറ്റുന്ന പോലെയൊക്കെ കൊന്നൊടുക്കി രാജാവിനെ പിടിച്ചോണ്ട് പോകുന്നു ഇല്ലേ? ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നൊടുക്കി. പിന്നെ ആ മെലിഞ്ഞിരിക്കുന്നതും ഒന്നിനും കൊള്ളില്ലാത്ത മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി. എന്നിട്ട് ആ പശുക്കളെയും നല്ലതിനെയൊക്കെ കൊണ്ടുവന്നു. ഇവിടെ ഇതിനകത്തൊക്കെ നമുക്ക് നല്ല മെസ്സേജ് ഉണ്ട്. നോക്ക്, അത് കൊണ്ടുവന്നതിന്റെ റീസൺ പറഞ്ഞത് ദൈവത്തിന് ബലിയർപ്പിക്കാനാണ്. ഇന്നും അങ്ങനെ തന്നെ നമ്മൾ പല ഡിസൊബീഡിയൻസിനും ഒരു ദൈവത്തോടുള്ള ഒരു ഒബീഡിയൻസിന്റെ കളർ കൊടുക്കും. ഇത് ആരുടെ അടുത്ത് നടക്കുന്ന കാര്യം? ദൈവത്തിന്റെ അടുത്ത് നടക്കൂ? ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ അടുത്ത് നടക്കൂ? ശൗല് പറഞ്ഞത് ദൈവമായി കർത്താവിനെ ബലിയർപ്പിക്കാമോ കൊണ്ടുവന്നാണ്. നോക്ക്, ഇറ്റ് വിൽ സ്പീക്ക് ടു അസ്. നമ്മൾ ചെയ്യുന്ന കള്ളത്തരത്തിനും കൊള്ളത്തരത്തിനും ഡിസൊബീഡിയൻസിനും അനുസരണക്കേടിനും തോന്നിവാസത്തിനും എല്ലാം ദൈവികതയുടെ ഒരു മൂടുപടം കൊടുക്കും. ദാറ്റ് വാസ് വാട്ട് ഹി ഡിഡ്. അത് എന്ത് പറ്റി? ഈ ശൗലിന് വന്ന ഫ്യൂച്ചർ നമുക്കും വരാതിരിക്കണമെങ്കിൽ ശുദ്ധ മനസാക്ഷി, ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം, നല്ല 3 കാര്യം പറയുന്നത്. എന്തൊക്കെയാ? സിൻസിയർ, 3 കാര്യം. ആത്മാർത്ഥ വിശ്വാസം നോക്കുന്നു. അതായത് നല്ലൊരു മനസാക്ഷി ഉള്ളവർക്ക് ദൈവത്തിന് മുമ്പ് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ അത് കൊളാപ്സ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ശൗല് പറഞ്ഞു. ദെൻ ഇതും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വൈ ശൗൽ ഡിസൊബെയ്ഡ്. നോക്ക്, അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഭീരുക്കൾക്കുള്ള മാർഗമേ അല്ല കർത്താവിന്റെ മാർഗം. ഇത് സ്വർഗരാജ്യം ബലാത്കാരികൾ സ്വന്തമാക്കും. അപ്പൻ എന്ത് പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞു, നാട്ടുകാരെന്ത് പറഞ്ഞു, അമ്മായിയമ്മ എന്ത് പറഞ്ഞു, അമ്മായിയപ്പൻ എന്ത് പറഞ്ഞു, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വേറെ സ്ഥലമുണ്ടെന്ന് ദൈവം നമുക്ക് അനേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പണ്ടൊരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. പണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല, കാരണം ഞാൻ എല്ലാവരെയൊക്കെ വയസ്സിനായതുകൊണ്ട്, ഈ ഇന്ത്യയിൽ ഒരു കാർ ഇറങ്ങി. അതിന് അന്ന് 15 ലക്ഷം രൂപയായിരുന്നു വില. അത് മോഡൽ അങ്ങ് ഫെയിലായി കഴിഞ്ഞപ്പോൾ ഈ 15 ലക്ഷത്തിന്റെ കാറിന് 75,000 കിട്ടുമായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്നിടത്ത് പോയപ്പോൾ ഞാൻ ഈ മോഡൽ ഫേമസ് എനിക്കറിയാം. അപ്പം ഞാൻ വേറൊരു അച്ചായൻ്റെ കൂടെ പോയത്. അപ്പോൾ നോക്കി 75,000 രൂപയ്ക്ക് ഈ കാറ് കിട്ടും, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടില്ല. ഞാൻ പറഞ്ഞു അച്ചായനോട് ഇതൊന്ന് വാങ്ങിച്ചാലെന്ന്. അച്ചായനോടൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു. എടാ, അംബാനിയുടെ മോളെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് നീ കല്യാണം കഴിക്കരുത്, ഇതിന് നിനക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഈ കാറ് വാങ്ങിച്ചാൽ ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ പോലും നിന്റെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. സെയിം വേ ഇവിടെ നോക്ക്, നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മൾ പറയുമായിരിക്കും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഇവിടെ ശൗല് ഡിസൊബേ ചെയ്യാനുള്ള കാരണം ജനങ്ങളെ ഭയപ്പെട്ടിട്ട അല്ലേ? ശൗലിനെ കൊണ്ട് ഈ ആൾക്കാരിൽ നിന്നുള്ള ഈ എന്താ പറയുന്നത്, ആ മനുഷ്യനെ ഫേസ് ചെയ്യാനുള്ള കറേജ് ഇല്ലായിരുന്നു. കാരണം അതാണ് സ്വർഗരാജ്യം ബലാത്കാരികളെ സ്വന്തമാക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഇല്ലേ? കർത്താവിനെ പ്രീതിപ്പെടുത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിനൊരു വില കൊടുക്കാൻ തയ്യാറില്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല.
അതായത് ഭീരുക്കൾക്കുള്ളതല്ല ദൈവത്തിന്റെ രാജ്യം. അപ്പൊ ഇവിടെ ശൗലിന്റെ പരാജയം നമ്മൾ ചിന്തിക്കുന്ന ശൗലിന്റെ അൾട്ടിമേറ്റ് ശൗലിന് എന്താ പറ്റിയെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് വാസ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ് അല്ലേ. അപ്പൊ ഇതില് ജനങ്ങളെ ഭയപ്പെട്ടു. പൗലോസ് പറയുന്നുണ്ട് ഒരു ലേഖനത്തില്, ഞാൻ ഇന്നും മനുഷ്യരെ ഭയപ്പെടുന്നുവെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസന, ഐ കനോട്ട് ബിക്കം എ സെർവന്റ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ ഓഫ് ദി ലോർഡ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം നമുക്ക് ഹോസ്റ്റൈലാണ്. കാരണം ഇത് നമ്മളെല്ലാം ഒരു എന്താ പറയുന്നത്, ബാബിലോണിയ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാ മോസ്റ്റ്ലി. ഇപ്പം നമ്മുടെ ബന്ധക്കാര്, സ്വന്തക്കാര്, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ നിൽക്കുന്ന സഭ, ഇവരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയില്ല, ഒരു ഈൽ എന്ന് പറയുന്ന മീനിനെ പോലെ ഈ വിശ്വാസികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല വിശ്വാസിയായിരിക്കും, അവിശ്വാസികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിശ്വാസിയാവില്ല, ഒന്നും മിണ്ടില്ല. അപ്പോൾ പറയും, അതിന് കുറേ എക്സാമ്പിളൊക്കെ ഉണ്ട് ബൈബിളിൽ. ശൗല് പറഞ്ഞ പോലെ തന്നെ ശൗല് എന്താ പറഞ്ഞു, അതായത് നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി കൊഴുത്ത പശുവിനെ കൊണ്ടുവന്നിരിക്കില്ല. സെയിമേ നമ്മൾ പറയും, അരിമത്യാക്കാരൻ ജോസഫ് കർത്താവിന്റെ ഒരു ഫോളോവർ ആയിരുന്നു, പക്ഷെ രഹസ്യ ശിഷ്യനായിരുന്നു. പിന്നെ നിക്കോദേമസ് അത്ര വെളിപ്പെട്ടിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടാനുള്ള ഒരു കണ്ടീഷൻ ദൈവത്തിന്റെ വചനത്തിൽ. ഞാൻ അത് നേരത്തെ വിചാരിച്ചിട്ടുണ്ട്, വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അങ്ങനെ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വാഗോണ്ട് ഏറ്റുപറയും, അങ്ങനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇഫ് യു ആർ അഷെയിംഡ് ഓഫ് സ്റ്റാൻഡിങ് ഫോർ യുവർ ഫെയ്ത്ത്, യു ആർ നോട്ട് സേവ്ഡ്. കാരണം ബൈബിളിൽ വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയാം, നാം നശിപ്പിച്ചതിനെ നാം തന്നെ പടുത്തുയർത്തുന്നുവെങ്കിൽ നാം ഒരു എന്താണ്, അതെ, ട്രാൻസ്ഗ്രസർ അല്ലെ നിയമനിഷേധി എന്ന് വരും. ഇപ്പം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രഡീഷണലി ഇപ്പോൾ എൻ്റെ ഫെയ്ത്തിൽ കത്തോലിക്കർക്ക് ശിശുസ്നാനമുണ്ട്, മാമോദിസയുണ്ട്, കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, രോഗീലേപനമുണ്ട്, കൂദാശകളൊക്കെ ഉണ്ട്. ഇതിനൊന്നും ബൈബിളുമായിട്ടൊരു ബന്ധമില്ല. ബൈബിളിനകത്ത് മെൻഷൻ പോലും ചെയ്തിട്ടില്ലാത്ത സാധനങ്ങളാണ്. അപ്പം ഇത് നമുക്ക് എന്നെ ഇവിടെ ആദ്യ കുർബാനയ്ക്ക് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഇവിടെ അതെ, ആദ്യ കുർബാന ഇസ് ഡിഫറെന്റ് ഫ്രം ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് പോകുന്നു യാർ ഫ്രീ, അത് പാർക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, ഇറ്റ്സ് എ സെക്കുലർ കാര്യം. ആദ്യ കുർബാന എന്ന് പറയുന്നത്, ഈ കുർബാന നമ്മൾ തെറ്റാന്ന് പറയും, അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇനി ആദ്യ കുർബാനയ്ക്ക് പോകുന്നു, അല്ലെ സ്നാനത്തിന് ബിരിയാണി തിന്നാൻ പോകുന്നു. ഇത് നമുക്ക് നട്ടിലില്ലാത്ത, പേഴ്സണാലിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ, ശൗലിന്റെ ഡിസെൻഡൻസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ശൗല് ആൾക്കാരെ പേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തു. നമുക്ക് വേറൊരാൾ ആൾക്കാരെ പേടിച്ച ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, ബട്ട് ഹി ഡിഡ് നോട്ട് ഡിസൊബേ. ആരത്? ഗിദിയോൻ പേടിച്ചു, പക്ഷെ രഹസ്യത്തിലാണെങ്കിലും അനുസരിച്ച് ഡിസൊബേ ചെയ്തില്ല. വേറെ ശൗല് ഡിസൊബേ ചെയ്തു. കാരണം നോക്ക്, നമ്മുടെ ലവിങ് ദി ലോഡ് ഈസ് സെയിം ആസ് ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോഡ്. കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നു, സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു, രക്ഷയ്ക്കുള്ള ഒരു കണ്ടീഷൻ കൺഫസിങ് ദി ലോഡ് ഇൻ ഫ്രണ്ട് ഓഫ് എവരിബഡിയ. കാരണം കർത്താവിന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞ് കർത്താവിന് സ്റ്റെഫാനോസ് വാസ് സ്റ്റോൺ ടു ഡെത്ത് ഫോർ സ്റ്റാൻഡിങ് ഫോർ ദി ഫെയ്ത്ത്. നമ്മൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുന്നത്, നമുക്കൊരു ഹോസ്റ്റിലിറ്റി ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ പോലും നമ്മൾ കർത്താവിനെ കൺഫസ് ചെയ്യില്ലെങ്കിൽ നമ്മളെങ്ങനെ കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടുന്നു വിശ്വസിക്കുന്നതിന് ഏറ്റവും വലിയ മൗഢ്യമാണ്. അപ്പൊ ഇതില് ഗിദിയോൻ പേടിയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ആരെയാ? ഗിദിയോൻ വീട്ടുകാരെയാ. കാരണം ചിലപ്പോൾ അപ്പം വലിയ ടെറർ ആയിരുന്നിരിക്കും, അപ്പൻ്റെ അടുത്തൊക്കെ ഡിസൊബേ ചെയ്യാൻ പേടിയായിട്ടായിരിക്കും. എന്താണേലും ഹി ഒബെയ്ഡ്. അപ്പൊ ശൗല് ഡിസൊബേ ചെയ്തു, ആൾക്കാരെ പേടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സാമുവേൽ പറയുന്നത്, ഈ ശൗലിനെ രാജാവാക്കിയതിൽ ശൗലും ദുഃഖിച്ചു, ദൈവവും ദുഃഖിച്ചു. അപ്പൊ നമ്മളെ രാജാവാക്കിയതില്, നമ്മൾ രക്ഷിക്കപ്പെട്ടതില് കർത്താവ് എങ്ങനെ അഭിമാനിക്കുന്നുണ്ടാവോ, അതെയോ ലജ്ജിക്കുന്നുണ്ടാവോ, അതേ ന്യൂട്രൽ ആയിരിക്കുമോ? എന്തായിരിക്കും? ഓൾ ഡിപ്പെൻഡ്സ് അപ്പൺ ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ്. നോക്ക്, അവരുടെ ദൈവം എന്ന് ഏറ്റു പറയുന്നത് ദൈവം ലജ്ജിച്ചില്ല. റീസൺ എന്തായിരുന്നു? എന്താ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്ക്, നമ്മളിപ്പോൾ ഞാൻ കത്തോലിക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, കുറെ പേര് മർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഹിന്ദുസ്ഥിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും, യാക്കോബയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇന്നും അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ കൊച്ചു തിരുമേനി ഇങ്ങനെയാ, വലിയ തിരുമേനി ഇങ്ങനെയാ, അവിടുത്തെ മൂവ്മെന്റ്സ്, അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പൊ അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, ആൾക്കാർ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ ചിന്താ വിഷയങ്ങളാണ്. വിട്ടുപോകുന്ന ഈജിപ്തിലെ കാര്യങ്ങൾ അവരുടെ ഒരു
ചിന്താ വിഷയം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിട്ടുപോകുന്നവർക്ക് അങ്ങോട്ട് തിരികെ പോകാൻ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ അല്ലേ? അതായത് ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുവഴി ഇനി ഒരിക്കലും തിരിച്ചു പോകരുതെന്ന്. അതവിടെ എഴുതിയിരിക്കുന്നത് പറയാം. അതാരോ ബുദ്ധിപരമായിട്ട് പറഞ്ഞു, എക്സോഡസ് എന്നാരോ പറഞ്ഞു. അത് ബുദ്ധിപരം, കാരണം പുറപ്പെട്ടു പോകുന്നത് മിക്കവാറും എക്സോഡസ് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ എക്സോഡസ്. എവിടെ ഞാൻ ഒരിക്കലും തിരികെ പോകരുത്. ഇത് നമ്മളോട് ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ നോക്ക്, ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് പോകുന്ന, ഇനിയും കത്തോലിക്ക സഭയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിനൊക്കെ പോകാറുണ്ട്, അതിൻ്റെ അവിടെ പോയിരുന്നിട്ട് വരാറുണ്ട്. ഇനി അവരുടെ പാട്ട് കുർബാനയ്ക്കും ആദ്യ കുർബാനയ്ക്കും ഒക്കെ പോവുകയാണെങ്കിൽ ഷെയിംഫുൾ, കർത്താവിനെ കുറിച്ച് ലജ്ജിക്കും. പിന്നെ അതാ എവിടെ എഴുതിയിരിക്കുന്നത്, ആ വഴിക്ക് ഇനി ഒരിക്കലും തിരികെ പോകരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ്, ഡ്യൂട്രോമിയ. നോക്ക്, ബൈബിളിൽ ചില സ്ഥലങ്ങൾ അതുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്തായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ദാൻ ടു റിസീവ് എന്നുള്ള കർത്താവായ യേശുവിന്റെ വാക്ക് ഒരു ഗോസ്പലിലും എഴുതിയിട്ടില്ല. എഴുതിയിരിക്കുന്ന എവിടെയാ? ആണോ ശരി? കൊളോഷ്യൻസ് എന്ന് വായിച്ചു. കൊളോഷ്യൻസ്. ഓക്കെ. അപ്പൊ ഇതില് ശൗല്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ശൗൽ വാസ് അഷെയിംഡ് ഓഫ് സ്റ്റാൻഡിങ് ബോൾഡ്ലി ഫോർ ദി ലോർഡ്. കർത്താവിന് വേണ്ടി അഭിമാനത്തോടെ അന്തസ്സോടുകൂടി സൊസൈറ്റിക്കെതിരായിട്ട്, കൂടെയുള്ളവർക്കെതിരായിട്ട്, ബന്ധക്കാർക്കെതിരായിട്ട്, സ്വന്തക്കാർക്കെതിരായിട്ട്, കൂടെയുള്ള പടയാളികൾക്കെതിരായിട്ട് അഭിമാനത്തോടു കൂടി നിൽക്കാൻ പരാജയപ്പെട്ടതുകൊണ്ട് ഹി ലോസ്റ്റ് ഹിസ് ലൈഫ്. ശൗലിന്റെ ഫിസിക്കൽ ലൈഫ് നഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. കാരണം അങ്ങനെ കർത്താവിനെ കൺഫസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ ഇൻസ്പയർഡ് അല്ല. അപ്പോൾ ഇതിൽ കമ്മിങ് ബാക്ക് ടു 1 സാമുവൽ 28 വരുമ്പോൾ ഈ ശൗലിന്റെ ഈ ഗതികേടിനുണ്ടായ കാര്യങ്ങൾ അതാണ് നമ്മൾ ചിന്തിച്ചത്. ഈ 28:5 വായിക്കുമ്പോൾ 1 സാമുവൽ 28:5 വായിച്ചപ്പോ, ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടപ്പോൾ ശൗൽ ഭയപ്പെട്ടു, അയാളുടെ ഹൃദയം ഏറെ വിറപൂണ്ടു. എനിക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അടുത്ത സെന്റൻസ് ആണ്, ശൗൽ കർത്താവിനോട് ചോദിച്ചെങ്കിലും കർത്താവ് ഉത്തരം കൊടുത്തില്ല. വൈ? കാരണം wherever there is disobedience to the word of the Lord will not answer the prayers. എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, എവിടെയാ ജോലി? അതായത് if you are disobedient to the word of the Lord, he will not answer your prayers. എവിടെയാ? സാംസിലുണ്ട്. എവിടെ? Proverbs 28:9. കാരണം ഇത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ 28:9 ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിക്കാം. One who turns away his ear even from hearing the law, even his prayer is an abomination. Even his prayer is an abomination. ഇവിടെ ശൗൽ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചേ? യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി. വേറാസ് ഏത് വചനം അവിടെ ഡിസോബേ ചെയ്തേക്കുന്ന ഏതാണെന്നോട് പറയാം. 28:5 ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടപ്പോൾ ശൗൽ ഭയപ്പെട്ടു. ഏതാ ഏബൽ? ഏത് വചന ഡിസോബേ ചെയ്തേക്കുന്നത്? ഏതാ സിനിമ? ഏതാ നോക്ക്, ഏത് വചന ഡിസോബേ ചെയ്തേക്കുന്നത്? ജോഷ കൊല്ലരുതെന്ന് ആരോട് പറഞ്ഞു? അതല്ല, നോക്ക്, ഇവിടെ ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടപ്പോൾ ശൗൽ ഭയപ്പെട്ടു, അയാളുടെ ഹൃദയം ഏറെ വിറപൂണ്ടു. ശൗൽ കർത്താവിനോട് ചോദിച്ചു, ഉത്തരം തന്നില്ല. ഈ ഡ്യൂട്രോമി 20 വായിക്കുമ്പോൾ, സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ, When you go out to battle against your enemies and see horses and chariots and people more numerous than you, do not be afraid of them. ഡു നോട്ട് ബി. അതായത് ശത്രുവിനെ കാണുമ്പോൾ ഒരു ഇസ്രായേൽ രാജാവ് ഭയപ്പെടാൻ പാടില്ല. കാരണം ഈ ഭയപ്പെടുന്നതിന്റെ റീസൺ എന്താ? ഇപ്പൊ നമ്മൾ ഭയപ്പെട്ടാലും അതിന്റെ ഒരു റീസൺ ഉണ്ട്. എന്താ? നമുക്കൊരു സിറ്റുവേഷനിൽ ഭയം തോന്നിയ അതിന്റെ റീസൺ എന്തായിരിക്കും? നമ്മൾ കർത്താവിൽ ആശ്രയിക്കാത്തതുകൊണ്ട്. കാരണം നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പേടി വരുന്നത്. കാരണം നമുക്ക് ഒരു ശേഷിയില്ല. എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. നമുക്കൊരു ശേഷിയില്ല എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയം വയ്ക്കും. അപ്പൊ ഇവിടെ ദൈവവചനം ഡിസൊബേ ചെയ്തു. ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്ക് കുതിരകളും രഥങ്ങളും നിനക്കുള്ളതിനേക്കാൾ വലുതായ സൈന്യം ഉണ്ടെന്ന് കണ്ടാൽ ഭയപ്പെടരുത്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ദി ലോർഡ്.
പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ ശൗൽ പേടിച്ചു. സോ ലോർഡ് ഡിഡ് നോട്ട് ആൻസർ ഹിസ് പ്രയർ. അപ്പൊ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, ദൈവത്തോട് ചോദിക്കണം, വൈ യു ആർ നോട്ട് ആൻസറിങ്. ദൈവം ഉത്തരം തരുന്നില്ല. അപ്പൊ ദൈവസന്നിധിയിലേക്ക് തന്നെ നമ്മൾ താഴ്ത്തി കൊടുത്ത്, ലോർഡ് വാട്ട് ഈസ് ദി പ്രോബ്ലം, എന്തുകൊണ്ട് നോക്കി. ദാവീദിന്റെ കാലത്ത് 3 വർഷം ക്ഷാമം ഉണ്ടായി. ദാവീദ് വെളിച്ചപ്പാടുകളുടെ അടുത്തേക്കല്ല പോയത്. ലോർഡ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ദെൻ ലോർഡ് ആൻസേർഡ്. അതായത് രക്തപാത കൊണ്ട് ദേശത്തിന്റെ പേരിൽ, അതുകൊണ്ടാണ് ഈ ക്ഷാമം. നമ്മുടെ ജീവിതത്തിലും ഫോർ എവരിത്തിങ് ദർ മസ്റ്റ് ബി എ റീസൺ. അങ്ങനെ ഒരു റീസൺ ഇല്ലാതെ ബൈബിൾ ഒരു ഇൻസിഡന്റും ഇല്ല. ഇവിടെ നോക്കി, ഏത് സംഭവം എടുത്താലും അതിനൊരു റീസൺ കാണും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു റീസൺ കാണും. പക്ഷെ നമ്മൾ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തതുകൊണ്ട് നമ്മൾ റീസൺ ലോകത്തിൽ നിന്ന് എടുക്കും. നമ്മൾ ജീവിക്കുന്ന വേൾഡ് കൾച്ചറിൽ നിന്ന് റീസൺ എടുക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതില് ശൗല് ദൈവത്തോട് ദൈവം ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ ദൈവസന്നിധി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി താഴ്ത്തി കൊടുത്ത് ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിക്കേണ്ടതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് വേസ് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ വെളിച്ചപ്പാടിനോട് ചോദിക്കാൻ പോയി. അപ്പോൾ ഇതില് വെളിച്ചപ്പാടിനോട് ചോദിക്കാൻ പോയി. നമ്മൾ ആദ്യം വായിച്ച വെളിച്ചപ്പാടുകളെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കാരണം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി ഡെഡ് ഈസ് എ സീരിയസ് ഒഫൻസ് ആ ദൈവത്തിന്റെ വചനത്തിൽ. അപ്പോൾ ഇവിടെ വെളിച്ചപ്പാടിനോട് ചോദിക്കാൻ പോയി. അങ്ങനെ അപ്പോൾ അവിടെ അറിയാം, ഈ രാജാവ് ഇതെല്ലാം ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് അറിയാൻ പറഞ്ഞിരിക്കുന്നുണ്ടോ. അയാൾ ഒരു ദാസൻ പറഞ്ഞത് ഏന്തോറിൽ ഒരു വെളിച്ചപ്പാടുണ്ട്. അപ്പോൾ ഈ വെളിച്ചപ്പാടുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അറിയാം ആരൊക്കെ എവിടെ ഉണ്ടെന്നൊക്കെ അറിയാം. അങ്ങനെ തന്നെ മനുഷ്യൻ പലപ്പോഴും, കാരണം പലതും വിട്ടുപോകുന്നെങ്കിലും ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും വിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ അറിയാം. എന്നിട്ട് നമ്മൾ വായിക്കണം, ശൗൽ വസ്ത്രം മാറി വേഷപ്രച്ഛന്നായിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അതിന്റെ 11 തുടങ്ങി വായിക്കുമ്പോൾ, അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തേണ്ടത്? അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ശമൂവേലിനെ വരുത്തുക. കാരണം ഈ ഇദ്ദേഹത്തെ രാജാവാക്കിയത് ശമൂവേലാണ്, എല്ലാ കാര്യങ്ങളിലും ഗൈഡൻസ് കൊടുത്തിട്ടുള്ളത് ശമൂവേലാണ്. ഹീനോസ് ശമൂവേൽ വന്നാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ, ശമൂവേലിനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നറിയാം. അതുകൊണ്ട് വെളിച്ചപ്പാടത്തോട് പറഞ്ഞു ശമൂവേലിനെ വരുത്തുക. ആ സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ, ഇത് നമുക്ക് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇതായിട്ടല്ല, സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉറക്കം നിലവിളിച്ചു. അവൾ ശൗലിനോട് ചോദിച്ചു, നീ എന്തിന് എന്നെ ചതിച്ചു? നീ ശൗലാണ്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, അല്ലല്ലോ, ആണോ? അല്ല, ഈവിൾ സ്പിരിറ്റാ. പക്ഷെ ആ ഈവിൾ സ്പിരിറ്റിന്റെ ആ പവർ നമ്മൾ അറിയേണ്ടതാണ്. കാരണം ഈ ശൗല വേഷപ്രച്ഛന്നായിട്ടാണ് വന്നേക്കുന്നത്, അല്ലേ? ഹി വാസ് ഇൻ ഡിസ്ഗൈസ്. പക്ഷെ ആ ഈവിൾ സ്പിരിറ്റ് വർക്ക് ചെയ്തപ്പോൾ ശൗല ആരാന്ന് വെളിച്ചപ്പാടത്തേക്ക് മനസ്സിലായി. അഹിയ പ്രവാചകന്റെ അടുത്ത് ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? സോണിയ. പെട്ടെന്ന് പറ, ക്വിക്ക്. ആരുടെ ഭാര്യ തന്നെ? ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ശരിയാത്തില്ല. ബാബു അവന്റെ ഭാര്യയാണ്. ആരാ ജോൽ? ഇപ്പൊ നമുക്ക് ലോകത്തിലെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പലർക്കും ഇതിനൊക്കെ ബെറ്റർ ആയിട്ട് അറിയായിരിക്കും. 1 Kings 14. അപ്പൊ യെറോബയാമിന്റെ നോക്കി സിമിലർ. ഞാൻ പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പലതിനെയും ഈവിൾ സ്പിരിറ്റ് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ആ ഇമിറ്റേഷന്റെ പവർ ഇത്രേ ഉള്ളൂ. മോശ പാമ്പുണ്ടാക്കി, മന്ത്രവാദികൾ പാമ്പുണ്ടാക്കി. പക്ഷെ മോശയുടെ പാമ്പ് മന്ത്രവാദികളുടെ പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു. ചെറിയൊരു പവർ ദൈവം കൊടുത്തേക്കുന്ന, അല്ലാതെ പിശാചിന് അധികാരമൊന്നുമില്ല. ഈ പിശാചിന് അധികാരം കൊടുത്തേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഈ ഫറോയെ പോലെയുള്ളവർക്ക് നശിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സത്യത്തെ സ്നേഹിക്കാത്തവർക്ക് അവർ രക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കുറച്ച് അധികാരം പിശാചിന് കൊടുത്തേക്കുന്നത്. കാരണം സത്യത്തെ സ്നേഹിക്കാത്തവൻ രക്ഷിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രക്ഷിക്കപ്പെടാനുള്ള ഒരു കണ്ടീഷൻ കൺഫസിങ് വിത്ത് യുവർ മൗത്ത് ആയിരിക്കുന്ന പോലെ തന്നെ രക്ഷിക്കപ്പെടാനുള്ള ഒരു കണ്ടീഷൻ എന്താ? അതെ, ലവിങ് ദി ട്രൂത്താ. കാരണം ദൈവജനത്തെ സ്നേഹിക്കാത്തവർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കാരണം യു ആർ ബോൺ അഗെയിൻ ബൈ ദി വേർഡ് ഓഫ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം. കാരണം നമ്മൾ ഈ പിശാച് വെളിച്ചത്തിന്റെ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്ന ബേസിക് കാര്യം മറക്കരുത്. അപ്പൊ ഇവിടെ അഹിയ പ്രവാചകൻ ചെയ്ത അതേ കാര്യം ഇവിടെ വെളിച്ചപ്പാട് ചെയ്യുകയാണ്. വൺ ഈസ് ബൈ ഹോളി സ്പിരിറ്റ്, ദി അതർ വൺ ഈസ് ഈവിൾ സ്പിരിറ്റ്.
ക്ലിയറാണ്. ഇതിനിപ്പം വേറെ എക്സ്പ്ലനേഷനും ന്യായമൊന്നും ഇല്ല ഇതിനകത്ത്. ശമൂലിനെ കണ്ടപ്പോൾ ഉറക്കം നിലവിളിച്ചു. അവൾ ശൗലിനോട് ചോദിച്ചു, നീ എന്തിന് എന്നെ ചതിച്ചു? നീ ശൗലാണ്. അഹിയ പ്രവാചകൻ പറഞ്ഞു, യറോബയാമിന്റെ ഭാര്യ നീ എന്തിനു വേഷം കെട്ടി വരുന്നു? നീ യറോബയാമിന്റെ ഭാര്യയാണ്. സെയിം അല്ലേ? പിശാചിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയേണ്ടത്. നീ ശൗലാണ്. രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടരുത്, നീ എന്താണ് കാണുന്നത്? അവൾ ശൗലിനോട് പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് ഉയർന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു. അയാളുടെ രൂപം എന്താണ് എന്ന് ശൗൽ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഒരു വൃദ്ധൻ കയറി വരുന്നു. അയാൾ ഒരു അങ്കി ധരിച്ചിരിക്കുന്നു. അത് ശമൂവേൽ ആണ് എന്ന് ആർക്കാ മനസ്സിലായത്? ശൗൽ അറിഞ്ഞു. അയാൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പിന്നീട് അവരുടെ കൺവെർസേഷൻസ് എടുക്കുമ്പോൾ ശമൂവേൽ ശൗലിനോട് ചോദിച്ചു, നീ എന്തിന് എന്നെ വരുത്തി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു? ശൗൽ പറഞ്ഞു, ഞാൻ കൊടിയ ദുരിതത്തിലാണ്. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു. പ്രവാചകരിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അതായത് ദൈവം എനിക്ക് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് ശമൂലിനോട് പറയേ, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. ദൈവം ഉത്തരം കൊടുക്കാത്തിടത്ത് ദൈവത്തിന്റെ ഒരു പ്രവാചകന് ഇത് എന്തെങ്കിലും കിട്ടുമോ? നെവർ. ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ല. പ്രവാചകരിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അതിനാണ് ഞാൻ അങ്ങയെ വരുത്തിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെൻ വി ആർ ഗോയിങ് ഇൻ ദി റോങ്, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പിന്നാലെ ഒത്തിരി തെറ്റുകൾ വരും. ദാവീദ് വ്യഭിചാരം ചെയ്തു, അതിന്റെ പിന്നാലെ കൊലപാതകം വന്നു, സീരീസ് ഓഫ് സിൻസ്. സെയിം വേ ഇവിടെ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പിന്നാലെ ഇഷ്ടംപോലെ തെറ്റുകൾ വരും. കാരണം ദൈവം ഉത്തരം തരുന്നില്ല. അപ്പൊ ശമൂലിനെ വരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ശമൂലിനല്ല, വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയി. വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ ശമൂൽ വാസ് എ ഗുഡ് പ്രൊഫറ്റ്. ശൗലിനറിയാം. കാരണം ശൗലിനെ തന്നെ രാജാവാക്കിയത് സാമൂല. അപ്പൊ അതിനു മുമ്പ് അറിയാം ഈ സാമൂല് ഒരു ഗോഡ്ലിയാണ്. സാമൂലിന് കിട്ടിയ കാര്യം ഐഡിയ കിട്ടുമെന്ന് അറിയാം. പക്ഷെ ഇവിടെ സാമൂലിനെ വരുത്താനായിട്ട് സാമൂലാന്ന് ശൗല് മനസ്സിലാക്കിയെന്നാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ഉത്തരം തന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവം ഉത്തരം കൊടുക്കാത്ത സ്ഥലത്ത് ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എന്തെങ്കിലും ചെയ്യുന്നു? നാച്ചുറലി ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് ചില ഇൻഫറൻസുകളുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശമൂവേൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ശമൂവേൽ പറഞ്ഞെന്ന് പറഞ്ഞേക്കുന്നത് ഈ ദീസ് ആർ ഓൾ ദി തിങ്സ് വിച്ച് വാസ് ഫെൽറ്റ് ബൈ ശൗൽ ആൻഡ് ദി വെളിച്ചപ്പാടത്തി. അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് അല്ല ശമൂവേൽ അല്ല അത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മരിച്ച കാര്യങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്കൊന്നും അറിയില്ല മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ധനവാന്റെ ലാസറിന്റെ ഉപമയില് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വലിയൊരു ഗർത്തം സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി ലോകത്തിൽ പോയിട്ട് സഹോദരന്മാരോട് മാനസാന്തരപ്പെടാൻ വേണ്ടി പറയാനുള്ള പെർമിഷൻ ഇല്ല. കർത്താവ് എന്താ പറയുന്നത്? ഇനി സഹോദരന്മാരുടെ അടുത്തേക്ക് നീ പോയി പറയേണ്ട ആവശ്യമില്ല. ബട്ട് ദാറ്റ് മീൻസ് സ്ക്രിപ്ചർ ഈസ് ദയർ. അപ്പൊ ഇവിടെ സ്ക്രിപ്ചർ വയലേറ്റ് ചെയ്തിട്ട് സാമൂല് പോകുന്നത്, അല്ല സാമൂലല്ല ശൗല് പോകുന്നത്. അപ്പൊ സ്ക്രിപ്ചർ വയലേറ്റ് ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചൊരു കാര്യമാണ്, അല്ലേ? അതായത് നമ്മൾ മാനസാന്തരപ്പെടാഞ്ഞിട്ടാണ് ദൈവം പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്. മാനസാന്തരപ്പെടാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് മാനസാന്തരം ഈസ് ദി ഓൺലി സൊല്യൂഷൻ, അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൽ എത്തിയാലേ ദൈവം ആഗ്രഹിക്കുന്ന ഫ്രൂട്ട്സ് നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അപ്പൊ ഇത് കർത്താവ് എന്നിലൂടെ അരുൾ ചെയ്തു. ശമൂവേൽ പറഞ്ഞു, നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു? അല്ല, ഈ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഈവിന്റെ കാര്യം പഠിക്കുന്നുണ്ട്. ഈവിനോട് ചോദിച്ചു, അങ്ങനെ മരത്തിലെ അല്ല തോട്ടത്തിലെ ഏതെങ്കിലും ഫലം തിന്നരുതെന്നെങ്ങാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? പിശാചിന് അറിഞ്ഞൂടെ? ഹി നോസ് എവരിതിങ്. സ്ക്രിപ്ചർ A to Z അറിയാം. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു സംശയം എക്സ്പ്രസ് ചെയ്തത് ഈവിനെ ടെസ്റ്റ് ചെയ്യാനാണ്. ഈവിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈവ് അതിനകത്ത് മിസറബിളി ഫെയിൽഡ്. അപ്പൊ നമ്മളെ പിശാച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാ അതിൽ മിസറബിളി ഫെയിൽ ചെയ്യുമോ? ഇപ്പൊ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് റിട്ടൺ. അപ്പൊ പിശാച് പറഞ്ഞു ഇറ്റ് ഈസ് റിട്ടൺ. അപ്പൊ കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ? നമുക്ക് പിശാച് നമ്മളൊരു കാര്യത്തിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഇറ്റ് ഈസ് റിട്ടൺ നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു സ്ക്രിപ്ചറൽ നോളജ് നമുക്കുണ്ടോ? അതേ ഇല്ല. പിശാച് സ്ക്രിപ്ചറെ സൈറ്റ് ചെയ്യത്തുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. അത് നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ഈവിന്റെ അതേ ഗതിയാവും. അപ്പൊ ഇവിടെ ഈ ശൗലിനെ വെളിച്ചപ്പാടിന്റെ അടുത്ത് പോകും, ശൗലിനെ വിളിച്ചു വരുത്തണമെന്ന് പറയുകയും ചെയ്തപ്പോൾ പിശാചിന് അവിടെ ഈ ഈവിന് റൈറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിശാച് ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ പിശാച് ചെയ്യുന്നത്.
ഈവിന് റൈറ്റ് നോളജ് ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാച് എന്ത് ചെയ്തു? പഴയ ദിനം പറയല്ലേ ഇത് ഡിസൊബേ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള റിയൽ ലൈ, ദി ലൈ ഓഫ് ദി ബൈബിൾ. അതാ ദൈവത്തെ ഡിസൊബേ ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ദി ലൈ. വേറാസ് ദൈവത്തെ ഡിസൊബേ ചെയ്താൽ മുഴുവൻ പ്രശ്നം. അപ്പൊ ഇവിടെ ഈ ശൗലിന്റെ അടുത്തും അത് തന്നെ ചെയ്യുന്നത്. വെളിച്ചപ്പാടിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടോ, ഇപ്പോൾ വളരെ ആ ദൈവം ബിഹേവ് ചെയ്യുന്ന വെളിച്ചദൂതനായിട്ടാണ് സംസാരിക്കുന്നത്. നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഗോഡ്ലി തിങ്സാ. വെളിച്ചദൂതനായിട്ടാ. കർത്താവ് നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു, നിന്റെ ശത്രുവായിരിക്കുന്നല്ലോ. കർത്താവ് എന്നിലൂടെ അരുൾ ചെയ്തതുപോലെ തന്നെ നിന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് രാജ്യത്ത് നിന്റെ കയ്യിൽ നിന്ന് നീക്കി തന്റെ ആൾക്കാരനായ ദാവീദിന് നൽകിയിരിക്കുന്നുവല്ലോ. കാരണം നീ കർത്താവിന്റെ സ്വരം ചെവിക്കൊണ്ടില്ല, അവന്റെ ഉഗ്രകോപം നീ അമാലേക്കിന്റെ മേൽ പ്രയോഗിച്ചില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഇങ്ങനെ നിന്നോട് പ്രവർത്തിച്ചു. മാത്രമല്ല, കർത്താവ് നിന്നോട് കൂടെ ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്റെ കൂടെ ആയിരിക്കും. അപ്പൊ പിറ്റേ ദിവസം ശൗല് കൊല്ലപ്പെട്ടു. എന്നിട്ട് ആരുടെ കൂടെ ആയത്? ആരുടെ കൂടെ ആയ സിനി? ശൗല് സാമുവലിന്റെ കൂടെയാണോ ആയത്? ഈ ഫസ്റ്റ് ക്രോണിക്കിൾസ് 10:13 വായിക്കുമ്പോൾ ഫസ്റ്റ് ക്രോണിക്കിൾസ് 10:13 വായിക്കുമ്പോൾ അങ്ങനെ ശൗൽ തന്റെ അവിശ്വസ്തത മൂലം മരിച്ചു. അയാൾ കർത്താവിന്റെ കൽപ്പന പാലിക്കാതെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി വെളിച്ചപ്പാടിനോട് മാർഗനിർദ്ദേശം ആരായുകയും ചെയ്തു. അയാൾ കർത്താവിനോട് മാർഗനിർദ്ദേശം ആരാഞ്ഞതുമില്ല. തൻ നിമിത്തം കർത്താവ് അയാളെ കൊന്നു. അവിശ്വസ്തത മൂലം വധിക്കപ്പെട്ടാല് ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ജീവിച്ചവരുടെ സ്ഥലത്തെത്തിപ്പെടുവോ? നെവർ. അപ്പൊ ഇവിടെ ഈ പിശാച് വേഷം കെട്ടിയതാണെങ്കിലും ശൗല് അല്ലെങ്കിൽ പിശാച് അവിടെ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. നാളെ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. പിറ്റേ ദിവസം ശൗല് വധിക്കപ്പെടുകയല്ല, സൂയിസൈഡ് ചെയ്യുക. അതുകൊണ്ട് ഇന്ന് കർത്താവ് നിന്നോട് പ്രവർത്തി. മാത്രമല്ല, കർത്താവ് നിന്നോട് കൂടെ എല്ലാ ഇസ്രായേലിനെയും ഫെലിസ്ത്യ സൈന്യത്തിന് കീഴ്പ്പെടുത്തി. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചത് ഈ സെക്കൻഡ് കൊറിന്ത്യൻസ് നമ്മൾ വായിച്ചു, പിശാച് വെളിച്ചദൂതന്റെ വേഷം കെട്ടാറുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ ഇതിന് ഉത്തരം ഉണ്ടായേ പറ്റൂ. ഇതല്ലാതെ വേറൊരു ഇൻസിഡന്റും ഇല്ല. സോ ഇറ്റ് മസ്റ്റ് ബി. കാരണം യഹോവയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് സീൽഡാണ്. ഇത് ജെനിസിസ് ടു റെവലേഷനകത്ത് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിന്റെ പുറത്തുനിന്ന് ഒരു റിസോഴ്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നോ. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത് ഇറ്റ് കനോട്ട് ബി സാമൂലിന്റെ ആത്മാവാകാൻ പറ്റത്തില്ല. കാരണം വരുന്ന പിശാചി തന്നെ പറയുന്നത് ദൈവം നിനക്ക് ഉത്തരം തന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നേക്കുവന്ന്. ഇറ്റ് കനോട്ട് ബി ഇംപോസിബിൾ. ദെൻ ഈ ശൗല് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൊടുത്തില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോയതാണ്. അതായത് ശൗല് തന്നെ നിരോധിച്ച ഒരു കാര്യം ശൗല് ചെയ്യാൻ പോകുന്നത് അല്ലേ? വെളിച്ചപ്പാടുകളെല്ലാം ഉന്മൂലനം ചെയ്ത് എന്നിട്ട് വെളിച്ചപ്പാടിന്റെ അടുത്തേക്ക് പോയിട്ട് ഇവിടെ വെളിച്ചപ്പാടിനോട് പറയുവാണ്, നിനക്ക് എന്റെ 10ാം സെന്റൻസ് വായിച്ചു, ജീവനുള്ള കർത്താവാണ്, ഇക്കാര്യത്തിന് നിനക്ക് ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന് ശൗൽ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തു. അപ്പൊ കുറെ ഇത് നമുക്ക് വലിയ ഡേഞ്ചറസാണ്. കാരണം ഈ കർത്താവിനെ ഡിസൊബേ ചെയ്യുമ്പോഴും കർത്താവിന്റെ നാമം തന്നെയാണ് സൈറ്റ് ചെയ്യുന്നത് അല്ലേ? കാരണം വെളിച്ചപ്പാടിനോട് ആലോചന ചോദിക്കരുത്. വെളിച്ചപ്പാടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരെ അവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ശൗല് ഈ പോയേക്കുമ്പോ അവിടെ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നത്, കർത്താവിനോട് ഡിസൊബേ ചെയ്യുന്നവർക്ക് ഒരു നാശവും വരില്ല എന്ന പ്രോമിസ് അല്ലേ? അപ്പൊ ഇതില് ദിസ് മസ്റ്റ് ബി ദി ഓൺലി ഇൻസിഡന്റ്. അതായത് പിശാജ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, നമ്മൾ ഈ എല്ലാ ലേഖനത്തിലും പറയുന്ന പോലെ തന്നെ ഞാൻ മറന്നുപോയി. ഈ എഫ് ലേഖനം എടുത്താലും കൊളോസ് ലേഖനം എടുത്താലും റോമാ ലേഖനം എടുത്താലും ആദ്യം കുറെ തിയറി പറഞ്ഞു കഴിഞ്ഞിട്ട് പോൾ എങ്ങനെയാ തുടങ്ങുന്നത്? therefore അല്ലേ? therefore റോമാ ലേഖനം 12 therefore, Colossians therefore, Ephesians therefore. So I am telling therefore ഈ പുണ്യാളന്മാര്, അതായത് ഈ പുണ്യാളന്മാരാരും പിശാചല്ല, അത് ഈവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനവിരുദ്ധമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ശക്തി പിശാചാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ ഡ്യൂട്ടോമില്, ഓർക്കുന്നോ? ഈയിടെ വന്ന പുതിയ, കാരണം പഴയ വിശുദ്ധരൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന സ്റ്റീഫൻ അല്ലെങ്കിൽ ജെയിംസ്, ഇവര് ബൈബിൾ ടൈമില് കൊല്ലപ്പെട്ടവരാ.
അവരുടെ നാമത്തിൽ ഒരു അത്ഭുതമില്ല, ഒരു അടയാളവും ഇല്ല. ഉണ്ടോ? അവരോടാരും പ്രാർത്ഥിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ പുതുദേവന്മാര് ജീവിച്ചിരുന്ന മനുഷ്യരെവിടെ പോയി നമുക്കറിയില്ല, നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്താ പറയുന്നത്, ഒത്തിരി നമുക്കറിയാവുന്ന ഒത്തിരി പുണ്യാളന്മാരുണ്ട് അല്ലേ കേരളത്തില്. ഈ അടുത്തയുടെ അൽഫോൺസ പുണ്യാളത്തി, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ വെറും എന്താ പറയുന്നത് പൊളിറ്റിക്സാണ്. ഇതുവരെ ഒരു ബ്ലാക്ക് വിഷയത്തിനുണ്ടായിട്ടില്ല. ശ്രദ്ധിച്ചല്ലോ ഇല്ല. ഇതിനൊക്കെ ഭയങ്കര, ഞാൻ പണ്ട് ആസ് എ യങ് ബോയ് ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ പോപ്പുമാരുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയാ ആസ് എ കാത്തലിക് ഐ വാസ് ബിലീവിങ് പോപ്പിനെ സെലക്ട് ചെയ്യുന്ന പരിശുദ്ധാത്മാവാന്ന പറഞ്ഞ് പഠിപ്പിച്ചു വന്നത്. ഞാൻ പറഞ്ഞു പോപ്പ് 95% ഓഫ് ദി പോപ്സ് ആർ ഫ്രം ഇറ്റലി. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോളണ്ടിൽ നിന്ന് ഒരു പോപ്പ് വന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ അർജന്റീനയിൽ നിന്ന് ഒരു പോപ്പ് വന്നേക്കുന്നു. പക്ഷെ ഇതിനകത്തൊന്നും ഇതുവരെ ഒരു ബ്ലാക്ക് പോപ്പില്ല. കാരണം ക്രിസ്ത്യാനിറ്റി ആഫ്രിക്കയിൽ നിറയുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനകത്തൊന്നും ഒരു ദൈവവും ഇല്ല, ദൈവത്വം ഇല്ല. ഈ പുണ്യാളന്മാര് എന്ന് പറയുന്നവര് മോസ്റ്റ്ലി നരകത്തിൽ പോയവരായിരിക്കും. കാരണം ഇതൊക്കെ ഈ ക്രിസ്ത്യാനിറ്റി നാശപ്പെട്ടതിന് ശേഷം ജീവിച്ചിരുന്ന ആൾക്കാർ. ഇനി നരകത്തിലും സ്വർഗത്തിലും എവിടെയെങ്കിലും ആട്ടെ, പക്ഷെ അവരുടെ നാമത്തിൽ ഈ പ്രവർത്തിക്കുന്നത് ഈ ശൗലിന്റെ അടുത്ത് വന്ന സാമുവേൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്, 100% ഉറപ്പാ കാര്യത്തിൽ. അതാണ് പോൾ പറഞ്ഞിരിക്കുന്നത്, പിശാച് വെളിച്ചദൂതന്റെ വേഷം കെട്ടാറുണ്ടെന്നുള്ളത് സ്ക്രിപ്ചർ സെലക്ട് ചെയ്യുമ്പോൾ. ഇതല്ലാതെ വേറെ ഒരു ഇൻസിഡന്റും ബൈബിളിലില്ല. സോ കമ്മിങ് ബാക്ക് ടു ഇപ്പൊ ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവജനം ഇല്ലാത്ത സ്ഥലം. അപ്പൊ ദൈവജനം ഇല്ലാത്തടത്താണ് അന്തിക്രിസ്തുവിന്റെ വേര് വിളയാടുന്നത്. അപ്പൊ അന്തിക്രിസ്തുവിന് വരണമെങ്കിൽ എന്ത് വേണം? എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് ഗിവിങ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദി സ്ക്രിപ്ചർ. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അന്തിക്രിസ്തുവിന്റെ വരവിനുള്ള വഴി. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ തിമോത്തിയോസിന്റെ ലേഖനത്തില് അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ ഈ ഈസോഡ് വെച്ച് ഞാൻ നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്താത്ത പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. ഈസോഡില് ടീച്ച് എന്നുള്ള വേർഡ് ആദ്യം വന്നേക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ടു സീ. അതുകൊണ്ടാണ് പറയുന്നത് ടീച്ച് എന്നുള്ള വേർഡ് ആദ്യം ഡ്യൂട്രോമി, അതിന്റെ ആ ഒരു റിലേഷൻ ഇൻട്രസ്റ്റിംഗ് ആണ്. ഡ്യൂട്രോമില്ല, എക്സോഡസ് 4:12 ടീച്ചർ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ് വായിച്ചാൽ ഗുഡ്. Now therefore go and I will be with your mouth and teach you what you shall say. അതെ, അപ്പൊ ആദ്യം ടീച്ചർ എന്ന് എഴുതിയിരിക്കുന്നത് അത് മലയാളം എന്ന് വായിക്കുമ്പോൾ എക്സോഡസ് 4:12. അതുകൊണ്ട് നീ ഇപ്പോൾ പോകൂ, ഞാൻ നിന്റെ നാവിൽ ഉണ്ടായിരിക്കും, എന്താണ് പറയേണ്ടതെന്ന് നിനക്ക് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബിബ്ലിക്കൽ വേയില് ഇഫ് സംബഡി വാണ്ട്സ് ടു ടീച്ച് ഇറ്റ് മസ്റ്റ് ബി ഹിസ് വേർഡ്. അതാണ് ഫസ്റ്റ് ടൈം ടീച്ചർ എന്ന് എഴുതിയേക്കുന്ന അവിടെ 4:12. ഇംഗ്ലീഷ് എന്നുള്ളത് വായിക്കാം. Now therefore go and I will be with your mouth and teach you what you shall say. അതെ, what you shall say I will teach you, I will be with your mouth. അപ്പോൾ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഒരു ടീച്ചിങ് നടത്തണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ടോട്ട് ബൈ ദി ലോർഡ് ആൻഡ് ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ഇൻ ദി മൗത്ത്. അപ്പൊ ടീച്ച് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന പോലെയാ ലോർഡിന്റെ അങ്ങേ സൈഡ് എന്താ? ലോർഡ് ആൻഡ് സ്ലേവ്. അപ്പോൾ ഒരു ടീച്ചിന്റെ അങ്ങേ സൈഡ് എന്താ? സ്റ്റുഡന്റ് എന്നുള്ളതല്ല, ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫസ്റ്റ് ടൈം എഴുതിയേക്കുന്നത് ഡ്യൂട്രോമി 4:10. അത് രണ്ടും കൂടെ കപ്പിൾ ചെയ്യുമ്പോൾ ഗുഡ് മെസ്സേജ് വിൽ കം. ഡ്യൂട്രോമി 4:10 വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിച്ചു. Especially concerning the day you stood before the Lord your God in Horeb, when the Lord said to him, gather the people to me. 4:10 ഡ്യൂട്രോമി. And I will let them hear my words, that they may learn to fear me. So I will gather the people to me, and I will let them hear my words, that they may learn to fear me. So what we are to learn from the teaching. മലയാളം കൂടി വായിക്കുമ്പോൾ 4:10 ഡ്യൂട്രോമി. നീ ഹോറേബിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിന്ന ദിവസം സംഭവിച്ചത് മറക്കരുത്. അന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ജനങ്ങളെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക,
അവർ എന്റെ വചനങ്ങൾ കേട്ട് ഭൂമിയിൽ ആയുഷ്കാലം അത്രയും എന്നെ ഭയപ്പെടുകയും ആ വചനങ്ങൾ സ്വസന്തോഷങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വസന്താനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ ടീച്ചിങ്ങിന്ന് എൻഷുർ ചെയ്യേണ്ട ക്യാരക്ടർ എന്താ നമ്മളിൽ എഴുതിയേക്കുന്ന? എന്താ? ഫിയർ ഓഫ് ഗോഡ് അല്ല, ടു ഫിയർ. ദൈവത്തെ ഭയപ്പെടാൻ. അതായത് ദൈവവചനം കേട്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാനുള്ള ഹൃദയം ഉണ്ടാകുക എന്നാണ്. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ പർപ്പസ്, ടീച്ചിങ് ഇറ്റ് മസ്റ്റ് ബി ദി വേർഡ് ഓഫ് ദി ലോർഡ്. അത് കേൾക്കുന്ന ആൾക്കാരിൽ ഫിയർ ഓഫ് ദി ലോർഡ് ഉണ്ടാകണം. അതാണ് അതിന്റെ പർപ്പസ്. അതുകൊണ്ടാണ് നോക്ക്, ഇപ്പൊ ഈവൻ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തി 2 തിമോത്തി എടുക്കുമ്പോൾ ടീച്ച് എന്നുള്ളത് 8 ടൈംസ് ഉണ്ട്. ന്യൂ ടെസ്റ്റാമെന്റിൽ 33 ടൈംസ് ടീച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റാമെന്റിൽ 75 ടൈംസ് ടീച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട, ഇനിയിപ്പോൾ കർത്താവിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച കർത്താവിന്റെ ഒക്കെ മിനിസ്ട്രിയിൽ വേറെവർ ഹീസ് ഗോയിങ് ഹി ബിഗാൻ ടു ടീച്ച് അല്ലേ. അപ്പസ്തോലന്മാരെ ജയിലിലിട്ടു ഇല്ലേ, പത്രോസിനെയൊക്കെ ജയിലിലിട്ടു. കാവൽക്കാരുണ്ടായിരുന്നു, പക്ഷെ തടവറ തുറന്നപ്പോൾ അവരില്ല. അവരെക്കുറിച്ച് ഇങ്ങനെ പേടിച്ചു ഇരുന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞു എന്താ, അവർ ദേവാലയത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞു, വീട് തോറും 3 വർഷം ഞാൻ കയറിയിറങ്ങി നിങ്ങളെ പഠിപ്പിച്ചു. കൊറിന്തോസിൽ 1.5 വർഷം അവിടെ താമസിച്ച് പഠിപ്പിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ആദ്യം ടീച്ചർ എഴുതിയേക്കുന്നിടത്ത് ഇറ്റ് മസ്റ്റ് ബി ദി വേർഡ് ഓഫ് ദി ലോർഡ്. ഉംസോർ ഈസ് ട്രൈയിങ് ടു ടീച്ച്, ദി വേർഡ് ഓഫ് ദി ലോർഡ് ഷുഡ് ബി ഇൻ ദെയർ മൗത്ത്. അതിൽ നിന്ന് എൻഷുർ ചെയ്യേണ്ട ക്യാരക്ടർ, പഠിക്കുന്നവരിൽ ഉണ്ടാകേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ദി ലോർഡ്. നമ്മളത് വിൽ കണ്ടിന്യൂ ടു തിങ്ക്. പ്രാർത്ഥിക്കാം. രാജു.